എങ്ങനെയുണ്ട് വീക്ക്ലി ടെസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? നിങ്ങളുടെ അപ്രോച്ചുകളൊക്കെ നടക്കുന്നുണ്ടോ? ഓക്കെ. പഠിക്കാത്ത ഭാഗത്തുനിന്നും കേൾക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ് മീ വെയിറ്റ്. ഓക്കെ, ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസേഴ്സ് പറയട്ടെ. റീഅറേഞ്ച് ദ സീക്വൻസ്. ഓക്കെ, ആൻസേഴ്സ് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോ ക്വസ്റ്റ്യൻ എന്താണ്? നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് എല്ലാം ഉണ്ട് പറയണം കേട്ടോ. ചോദ്യം ഇതാണ്: റീഅറേഞ്ച് ദ സീക്വൻസ് ടു റൈറ്റ് ലെസൺ പ്ലാൻ. അതായത് ഒരു ലെസൺ പ്ലാന്റെ സീക്വൻസിന്റെ ആ സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ് അതിനൊന്ന് അറേഞ്ച് ചെയ്യാൻ, ആ സീക്വൻസ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് ചോദ്യം. സോ ലെറ്റ് സി. ഓക്കെ, നമ്മുടെ മുന്നിൽ 5 ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? 5 ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഓരോന്ന് റീഡ് ചെയ്ത് നോക്കാം. സി, നമുക്ക് ഒന്നെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം, ഒന്നെങ്കിൽ ആദ്യം ഈ 5 ഓപ്ഷൻസിലൂടെ പോകാം. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഓപ്ഷൻ ആദ്യം പിക്ക് ചെയ്യുക, എന്നിട്ട് അത് വെച്ചിട്ട് ഓപ്ഷനിൽ പോകാം. അവിടെ ഒരു ഐഡിയ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഓപ്ഷനിലോട്ട് വരാം. ഓക്കെ, അത് നിങ്ങളുടെ സൗകര്യം, നിങ്ങൾ എങ്ങനെ ചെയ്ത് പഠിക്കുന്നോ അതുപോലെ. സോ നമുക്ക് നോക്കാം ലെസൺ പ്ലാൻ എന്താണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എങ്കിൽ നമുക്ക് കാണുമ്പോൾ എവിടേക്കോ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അല്ലേ? ലെസൺ ഓപ്പണിംഗ് ഉണ്ട്, പ്രീ പ്ലാനിംഗ് ഉണ്ട്, ലെസൺ ലേ ഔട്ട് ഉണ്ട്, ക്ലോസർ ഓഫ് ദ ലെസൺ ഉണ്ട്, എക്സ്റ്റെൻഡഡ് പ്രാക്ടീസ് ഉണ്ട്. ഇത് കാണുമ്പം സി, ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസർ ഉണ്ട്. അപ്പൊ തുടക്കത്തിൽ ഓപ്പണിംഗ് വരണം, ക്ലോസർ വരണം, റൈറ്റ്? എന്തായാലും ഇന്ത്യയിൽ ക്ലോസർ അവസാനം എന്തായാലും നമ്മൾ ക്ലോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. സോ നമുക്ക് ഞാൻ ചെയ്യുന്നത്, ഞാൻ പൊതുവെ ചെയ്യാറുള്ളത്, ഞാൻ നേരെ ഇത് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തിട്ട് താഴോട്ട് പോവാ ചെയ്യാം. ഇത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ് കേട്ടോ. ഞാൻ ആദ്യം ഓപ്ഷൻ നോക്കും, ഫസ്റ്റ് ഏത് സ്റ്റെപ്പ് വരാനുള്ള സാധ്യത ഉണ്ടെന്ന്. എ സി, ഡി സി, എ ബി. ഞാൻ ജസ്റ്റ് അതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ഡി നോക്കും, ക്ലോസ്റ്റർ എന്തായാലും ആദ്യത്തെ സ്റ്റെപ്പ് വരില്ല. സോ എ ആദ്യം നമ്മൾ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, സി, ലെസൺ ലേ ഔട്ട്. ലേ ഔട്ട് മീൻസ് നമ്മളൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ക്യാൻ ബി എന്നേ പറയാൻ പറ്റുള്ളൂ, ഹോൾഡ് ചെയ്യാം. ദെൻ അടുത്ത ഓപ്ഷൻ എയിലോട്ട് പോയി ലെസൺ ഓപ്പണിംഗ്. ഓക്കെ, എന്തായാലും ഒരു സംഭവം തുടങ്ങുമ്പോൾ ഒരു ഓപ്പണിംഗ് വേണം. ഓക്കെ, അതും ഒരു സാധ്യതയുണ്ട്. സോ ഞാൻ അത് അപ്പോഴും ഹോൾഡ് ചെയ്യണം. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ മാത്രമേ വാലിഡേറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് ഞാൻ ഡിയിലേക്ക് പോവാണ്. ഡിയിൽ പോകുമ്പോൾ ബി ആണ് ആദ്യം കിടക്കുന്നത്, പ്രീ പ്ലാനിങ്. ഓക്കെ, അപ്പൊ ഞാൻ നോക്കും, ശരിയാണ്, നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു പ്ലാൻ ഉണ്ടാവും. സോ ഐ വിൽ ഗോ ഫോർ ദിസ് ഓപ്ഷൻ ഡി. ഞാൻ ഡി എന്ന ഓപ്ഷൻ പോകും. എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യും ബാക്കി അങ്ങനെ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ബാക്കി ഇതിനെല്ലാം ഞാൻ സ്ട്രൈക്ക് ചെയ്യും. ഓക്കെ, ഞാൻ അടുത്ത ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, എന്തായാലും ഒരു സാധനം തുടങ്ങുന്നതിന് മുന്നേ ഓപ്പണിംഗ് ഉണ്ട്, ശരി തന്നെ. ബട്ട് ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്ലാനിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പൊ സ്വാഭാവികം. ഓക്കെ, പ്ലാനിങ് ഉണ്ട്, അപ്പൊ പ്രീ പ്ലാനിങ് എന്തായാലും അതിന് മുന്നേ വരണം. സോ ആ ഒരു ഐഡിയയിലാണ് കേട്ടോ ഞാൻ എടുക്കുക. ദെൻ നമുക്ക് നോക്കാം ആൻസേഴ്സ് എങ്ങനെ വരുമെന്ന്. എന്നിട്ട് ഞാൻ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. ഞാൻ ഡി ആണ് എടുത്തത്, ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാം. ബി ആദ്യം പ്രീ പ്ലാനിങ്. ഓക്കെ, പ്ലാൻ ചെയ്തു. ദെൻ എ ആണ് ലെസൺ ഓപ്പണിംഗ്. ഓക്കെ, ലെസൺ ഓപ്പൺ ചെയ്യാം, അവിടെ ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. സി, ഒരു ലേ ഔട്ടിന്റെ കാര്യം പറയുന്നുണ്ട്. സോ ലേ ഔട്ട്, സ്ട്രക്ചർ, തീർച്ചയായും ഒരു സ്ട്രക്ചർ വേണം. ദെൻ ഇ, എക്സ്റ്റെൻഡഡ് പ്രാക്ടീസ് അല്ലേ? ഒരു ലെസണിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ നമ്മളൊരു പാഠം പഠിച്ചാൽ അവിടെ ഒരു പ്രാക്ടീസ് ഉണ്ടാവണം. ഓക്കെ, ദെൻ ആൻഡ് ലാസ്റ്റ് ഫോർ ഡി, നമ്മൾ അവസാനം എന്ത് ചെയ്യുന്നു? ക്ലോസ് ചെയ്യുന്നു. അവിടെ കൊണ്ട് പരിപാടി കഴിയും. ഓക്കെ, ഈവൻ എന്താണ് ലെസൺ പ്ലാൻ എന്ന് അറിയില്ലെങ്കിലും ഈവൻ നമുക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസേഴ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, എനിവേ ആൻസർ ഡി ആണ് ഉത്തരം. ഡി ആണ് ആൻസർ വരിക. ഓക്കെ, ബി ആണ് ആൻസർ വരിക. നമുക്ക് നോക്കാം ഇനി. ഓക്കെ, ഞാൻ ആ അപ്രോച്ച് എങ്ങനെ ഞാൻ ഒരു ക്വസ്റ്റ്യനിലേക്ക് എത്തി എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. ഓക്കെ, ദെൻ ഇതിൽ ലെസൺ പ്ലാൻ ഇനി നമുക്ക് നോക്കാം ഓരോ സാധനങ്ങൾ എന്താണെന്ന്. ലെസൺ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ലടാ, ടീച്ചേഴ്സ് ഗൈഡ്. ഓക്കെ, ഒരു ടീച്ചറിന്റെ ഗൈഡ്, ടീച്ചർ എങ്ങനെ ഗൈഡ് ചെയ്യുന്നു അതിന്റെ ഒരു ചാർട്ട്, അതാണ് നമ്മൾ പൊതുവെ ലെസൺ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുക. ഓക്കെ, അതാണ് ലെസൺ പ്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുക. അതിന്റെ സ്റ്റെപ്സ് ആണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നമുക്ക് ഓരോ സ്റ്റെപ്പ് നോക്കാം. പ്രീ പ്ലാനിങ്, നിങ്ങളിപ്പം ഈ ഡിസ്ക്രിപ്ഷൻ ഒന്നും വായിക്കാൻ നിൽക്കണ്ട, ജസ്റ്റ് ലുക്ക് അപ്പ് ദിസ് കീ പോയിന്റ്സ്. ഓക്കെ, പഠിക്കുമ്പോൾ ഈ കീ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഓക്കെ, ഈ കീ പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഇനി കീ പോയിന്റ്സ് എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഡിസ്ക്രിപ്ഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് റീഡ് ചെയ്യാം.
എല്ലാം ഒന്നും മഗപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓക്കെ, കുറച്ചൊക്കെ കാര്യങ്ങൾ നമ്മൾ കുറച്ചൊക്കെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാം. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയായതുകൊണ്ട് തന്നെ മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചു ശ്രമിക്കാം. ഓക്കെ, അപ്പൊ പ്രീ പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു ടീച്ചറെ പഠിപ്പിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ എന്തായിരിക്കും ഒരു ഒബ്ജക്റ്റീവ്സ് അല്ലേ? എന്ത് പഠിപ്പിക്കണം എന്നുള്ള ഒബ്ജക്റ്റീവ്, അവർ എന്തെല്ലാം ടെക്നിക്സ് സ്ട്രാറ്റജീസ് എടുക്കണം എന്നുള്ളതൊക്കെ ആദ്യം, എന്തെല്ലാം മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ളത് ആദ്യം സെറ്റ് ചെയ്യും. അതാണ് പ്രീ പ്ലാനിങ് എന്ന സ്റ്റേജിൽ വരിക. ഓക്കെ, അതിനുശേഷം ലെസൺ ഓപ്പണിംഗ്. നമുക്ക് പൊതുവെ കൺഫ്യൂഷൻ വരാവുന്ന 2 പോയിന്റാണ് ലെസൺ ഓപ്പണിംഗ് ആൻഡ് ലേഔട്ട്. കൺഫ്യൂഷൻ വരാം, ബട്ട് സ്റ്റിൽ ലെസൺ ഓപ്പണിംഗ് ആണ് ആദ്യം വരിക. ലെസൺ ഓപ്പണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഒരു ഇൻട്രോ എന്നൊരു ഐഡിയ ആണ്. ഓക്കെ, അതായത് കുട്ടികൾക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചു തുടങ്ങുന്നതിന് മുന്നേ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പ്രയർ ഇൻഫോർമേഷൻ, അവർക്ക് അതിനെക്കുറിച്ച് എന്തറിയാമോ അതൊന്ന് പൊടിതട്ടി കൊടുക്കുക. ഓക്കെ, നമ്മൾ എന്താണ് പഠിക്കുന്നതിനുള്ള ഉദ്ദേശം, ആ ഗോൾസ് ഒക്കെ ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് ആ ലെസൺ ഓപ്പണിംഗ്, ഒരു ഇൻട്രൊഡക്ഷൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുട്ടികളുടെ അറ്റൻഷൻ എടുക്കുക ഫസ്റ്റ്. അതാണ് ലെസൺ ഓപ്പണിംഗ് എന്നുള്ള പോയിന്റ്. അടുത്തത് ലേഔട്ട്. ലേഔട്ട് മീൻസ് ഹാവിങ് എ സ്ട്രക്ചർ. മീൻസ് ഇനി എന്ത് പഠിപ്പിക്കാൻ പോകുന്നു ആ ഒരു കണ്ടന്റിനെ ഒന്ന് സ്ട്രക്ചർ ചെയ്യണം. ഇനി ഏതിൽ നിന്ന് തുടങ്ങി അടുത്തത് എന്ത് പഠിപ്പിക്കണം എന്നുള്ള സീക്വൻസ്, പിന്നെ കുട്ടികൾക്ക് ഇടയ്ക്ക് കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ്, ഇതൊക്കെയാണ് ലെസൺ ലേഔട്ട്, ആ സ്ട്രക്ചറിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് എക്സ്റ്റെൻഡഡ് പ്രാക്ടീസ്. പഠിച്ചതിന് ശേഷം ഓക്കെ ആദ്യം കണ്ടന്റ് ഒക്കെ പറഞ്ഞു കൊടുത്തു, ഇനി എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച എത്രമാത്രം ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് ദർ ഷുഡ് ബി എൻ എക്സ്റ്റെൻഡഡ് പ്രാക്ടീസ്, അതായത് ആപ്ലിക്കേഷൻ. പഠിച്ചതിനെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഓക്കെ, ആപ്ലിക്കേഷൻ, അതാണ് അടുത്ത പോയിന്റ് വരിക. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്ലോസർ ഓഫ് ദ ലെസൺ, ക്ലോസ് ചെയ്യുന്നു, വിച്ച് മീൻസ് അവസാനം നമ്മൾ എന്ത് പഠിച്ചു എന്നുള്ളതിന്റെ സമ്മറൈസ് ചെയ്യുന്നു, റിവ്യൂ ചെയ്യുന്നു. ഓക്കെ, അതാണ് ലാസ്റ്റ് സ്റ്റെപ്പിൽ വരാം. അപ്പൊ നമ്മൾ കണ്ടത് ഓരോ പോയിന്റ്സ്, ആദ്യം എന്തിൽ ബിഗിനിങ് ചെയ്യും, ഒരു പ്രീ പ്ലാനിങ് ഉണ്ട്, ലെസൺ ഓപ്പണിംഗ് ഉണ്ട്, ദെൻ ലെസൺ ലേഔട്ട് ഉണ്ട്, ദെൻ എക്സ്റ്റെൻഡഡ് പ്രാക്ടീസ്, ദെൻ ക്ലോസർ ഓഫ് ദ ലെസൺ. ഓക്കെ, ഇതാണ് ഒരു ലെസൺ പ്ലാന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? സോ നിങ്ങൾ ഇതിലെ കീവേഡ്സ് എങ്കിൽ അറിഞ്ഞിരിക്കുക കേട്ടോ. കീവേഡ്സ് പഠിക്കാൻ ശ്രമിക്കുക. കീവേഡ്സ് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു എന്ന് മനസ്സിലായില്ലെങ്കിൽ മാത്രം ബാക്കി കാര്യങ്ങൾ വായിക്കാം. ഞാൻ സ്ലൈഡ്സിൽ കുറെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, ഞാൻ പറയാം എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ആവശ്യമില്ലാതെ എല്ലാം ഒന്ന് മഗപ്പ് ചെയ്യാൻ നിൽക്കരുത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇവിടെ ആരുമില്ലേ ഗൈസ്? ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ദിവസത്തിൽ പോവാം. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ മനസ്സിലാകുന്നില്ലെങ്കിലോ പറയണം കേട്ടോ. അടുത്തത് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത് ഒരു ക്രോണോളജി ആണ്. ക്രോണോളജിയുടെ ക്വസ്റ്റ്യൻ ആണ്. ട്രൈ ടു ആൻസർ. ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യണം. വേണ്ടല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ, സി. ഓക്കെ, എല്ലാവരും സി പറയും, നമുക്ക് നോക്കാം. ഓക്കെ, ക്രോണോളജിയിൽ ആൻസർ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് അല്ലേ. സി, ആർക്കേലും അറിയാമോ സ്വയംപ്രഭ ലോഞ്ച് ചെയ്ത വർഷം? സ്വയംപ്രഭ ലോഞ്ച് ചെയ്ത വർഷം എനിവൺ? ഓക്കെ, ഓരോന്നിന്റെ ഇയർ. യെസ്, 2017 ആണ് അല്ലേ, 2017. കൃഷി ദർശൻ, നമുക്ക് നോക്കാം ഓരോന്ന് എന്തൊക്കെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് കൃഷി ദർശൻ, അതിന്റെ ഇയർ അറിയാമോ? Let's say 1999 പറയുന്നുണ്ട്. ഓക്കെ, അറൌണ്ട് ഇത് 1967 ആണ്, റൈറ്റ്? 1967. ദെൻ ഗ്യാൻ ദർശൻ, എങ്കിലും 90s ആണ്. ആ ഒരു ഐഡിയ എങ്കിലും ഉണ്ടാവണം. ഇത് ചെയ്യാൻ കുറച്ച് ആ ഒരു ഐഡിയ ഉണ്ടാവണം, 90s-ലാണെന്നുള്ളൊരു ഐഡിയ എങ്കിലും ഉണ്ടാവണം. ഗ്യാൻ ദർശൻ, ഗ്യാൻ ദർശൻ ഇയർ. ഗ്യാൻ ദർശൻ അറൌണ്ട് 2000 ആവുമ്പോഴാണ് വരിക കേട്ടോ. യെസ്, 2000 വരിക. യെസ്, അടുത്തത് PME വിദ്യ. PME വിദ്യ, യെസ്, 2020. ഓക്കെ, അപ്പൊ നമുക്ക് ക്രോണോളജിയിൽ അറേഞ്ച് ചെയ്യാം അല്ലേ. അപ്പൊ എന്ത് വരും, ആദ്യം ബി വരണം. ആദ്യം ബി വരണം, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സി ആണ് ഓപ്ഷൻ. ഓക്കെ, സി ആണ് ഓപ്ഷൻ. സ്വയംപ്രഭ 2017, കൃഷിദർശൻ 1967, ഗ്യാൻ ദർശൻ 2000 ആൻഡ് PME വിദ്യ 2020.
ഓക്കെ, ആൻസർ സി ആണ് വരിക. നമുക്ക് നോക്കാം ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സി ഇഗെയിൻ പിന്നെ ഞാൻ പറയാണ്, ഈ ഓക്കെ ഇതാണ് ക്രോണോളജി. സി ഇവിടെ ഞാൻ ഇതിനെ പറ്റിയിട്ട് കുറച്ച് അധികം ഇൻഫോർമേഷൻസ് നോട്ട് ചെയ്യേണ്ട കുറച്ച് ഇൻഫോർമേഷൻ ഇട്ടിട്ടുണ്ട്. അതിൽ ബോൾഡ് ചെയ്തേക്കുന്ന കീവേഡ്സ് മാത്രം ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. ഓക്കെ, ഈവൻ കൃഷിദർശനെ കുറിച്ചൊക്കെ ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കില്ലെങ്കിലും ഇതുപോലെ ഓപ്ഷൻസിൽ സാധനം കയറി വരാം അല്ലേ. അപ്പൊ നമുക്കൊരു ഐഡിയ ഉണ്ടാണ് എന്താണ് കൃഷിദർശൻ എന്ന്. സോ ഈവൻ നമുക്ക് എന്ത് ചെയ്യാം, അത് എലിമിനേറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. ഇപ്പം നമ്മുടെ റീസെന്റ് എക്സാമിലാണെങ്കിലും UGC കൊണ്ടുവന്ന ഒരു സ്കീമിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചു. ഈവൻ അതിൽ ബാക്കി ഓപ്ഷൻസ് പുതിയൊരു സ്കീമാണ്, പുതിയത് നമുക്ക് അറിയില്ല, പഴയതിനെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ കൂടി നമുക്ക് 3 ഓപ്ഷനൊക്കെ നൈസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് ഇത് ഡീറ്റെയിൽ ആയിട്ട് ഇതൊന്നും പഠിക്കണ്ട, ഞാൻ സ്ലൈഡ് ഇട്ടേക്കുന്നേ ഉള്ളൂ ഫോർ ദ സേക്ക് ഓഫ് റീഡിങ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ കീ പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് പോവാം. ഒന്നില്ലെങ്കിലും ആ ഒരു സാധനം എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ. ഓക്കെ, കൃഷിദർശൻ ഫസ്റ്റ് വൺ ഈസ് കൃഷിദർശൻ 1967 വന്നു പറഞ്ഞു അല്ലെ. കൃഷിദർശൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. റിലേറ്റഡ് ടു കൃഷി എന്ന് കേൾക്കുമ്പോഴേ മനസ്സിലാവണം അത് അഗ്രികൾച്ചറായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ. ഫാമേഴ്സിന് അഗ്രികൾച്ചറിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് കൃഷിദർശൻ. അറൌണ്ട് ജനുവരി 26, 1967 ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വൺ ഓഫ് ദി ലോങ്സ്റ്റ് റണ്ണിങ് പ്രോഗ്രാം ആണ്. ഇപ്പോഴും DD നമ്മുടെ ദൂരദർശൻ ചാനലിലാണ് ഇത് ഇനിഷ്യലി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത്ര ഒരു ഐഡിയ ഉണ്ടായാൽ മതി. ഇത് എന്താണ്, ഫാമേഴ്സിന് അവയർനെസ് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ഫോക്കസ് എന്തൊക്കെയാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലായില്ലേ, അഗ്രികൾച്ചർ ആണ്. അപ്പൊ ഫാമിംഗ് പ്രാക്ടീസസ് ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കണം. സീഡ് വെറൈറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവണം അല്ലെ. വെതർ ആൻഡ് സോയിൽ റിപ്പോർട്ട്സ് സ്വാഭാവികം അതിൽ വരും. അതുമായി റിലേറ്റഡ് ഗവൺമെന്റ് പോളിസീസ് വരും. പിന്നെ മാർക്കറ്റ് കണ്ടീഷൻസിനൊക്കെ പറ്റിയിട്ട് അവെയർ ആക്കുക. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്യാം, മകപ്പ് ചെയ്യാൻ നോക്കരുത്. ദെൻ പിന്നെയുള്ളത് അറിഞ്ഞിരിക്കുക, മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ്. ഇത് ആരുമായിട്ട് ചേർന്നിട്ടാണെന്ന് ചോദിച്ചാൽ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചറുമായിട്ടാണ്. അതും ഓർത്തിരിക്കാൻ പാടൊന്നുമില്ല. എഗെയിൻ അഗ്രികൾച്ചർ ആണ് അല്ലെ, അത് ഓർത്തിരിക്കാൻ പാടൊന്നുമില്ല. ദെൻ പിന്നെ അപ്പം ഇപ്പൊ കറന്റ് ഇത് DD കിസാൻ എന്ന് പറഞ്ഞിട്ട് വേറെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. എനിവേ അത്രയെങ്കിലും അറിഞ്ഞിരിക്കുക എന്തിനാണ് നമ്മുടെ ഫാമേഴ്സിന് അഗ്രികൾച്ചറിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാം ആണ്. ഓക്കെ, നമ്മുടെ അപ്ലിമെന്റ് ഓഫ് അഗ്രികൾച്ചർ സൊസൈറ്റി ഇതിനൊക്കെ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആണ്. ആൻഡ് ഇയർ 1967. ഓക്കെ, ഒരു സ്കീം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്കീമും എന്തിനാണുള്ളത് ആൻഡ് അതിന്റെ ഇയർ കുറഞ്ഞ പക്ഷം അതിൽ നിന്ന് പഠിക്കുമ്പോൾ അത്രയും കാര്യങ്ങളും പഠിച്ചു വെക്കുക. ഓക്കെ, ഇതാണ് കൃഷിദർശൻ. ദെൻ അടുത്തത് ഗ്യാൻ ദർശൻ. ഓക്കെ, ഗ്യാൻ ദർശൻ വരുന്നത് 2000 റൈറ്റ്, 2000 വരുന്നതാണ് ഗ്യാൻ ദർശൻ. ആൻഡ് ഇതൊരു എഡ്യൂക്കേഷൻ ടെലിവിഷൻ ആണ്. ഓക്കെ, എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ MHRD, അതായത് കറന്റ് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണിത്. ഇവരും ഇഗ്നുവും ഒക്കെ ചേർന്നിട്ട് കൂടെ തുടങ്ങിയതാണ് എന്ത്, ഗ്യാൻ ദർശൻ. മെയിൻലി ഇത് ഇഗ്നുവിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണ് കേട്ടോ, ഇഗ്നുവിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണിത്. ഇവരൊക്കെ അവരുടെ കൂടെ കൊളാബറേഷനിലുള്ള ആൾക്കാരാണ്. MHRD എന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ് അത് നമ്മുടെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അതിന്റെ കീഴിൽ 4 ചാനൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, ജസ്റ്റ് റീഡ് ഇറ്റ്. ഇതൊക്കെ നമ്മുടെ നോട്ടിലുള്ളത് കൊണ്ട് എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് അറ്റ്ലീസ്റ്റ് വായിച്ച് വെച്ചിരിക്കണം. ഓരോ ചാനൽസും എന്താണ് അതിൽ പറയുന്നത്. GD1 ആണെങ്കിൽ 24 അവർ ഇതിന് ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് വെച്ചാൽ ഐ തിങ്ക് അങ്ങനെ ചോദിക്കാനുള്ള ഇതിനും ചോദിക്കാൻ സാധ്യതയില്ല. നമുക്ക് സ്വയംപ്രഭ ചാനലുകളിൽ നിന്നും മേ ബി ചോദിക്കാം. ഇതിന്ന് അങ്ങനെ ഫോക്കസ് ഇല്ല, ബട്ട് ഒന്ന് റീഡ് ചെയ്യാം. നമ്മുടെ മെറ്റീരിയൽ ഉള്ളതിന്റെ പേരിൽ നമ്മളൊന്ന് റീഡ് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അത് അറിഞ്ഞിരിക്കുക കേട്ടോ. ആൻഡ് ഇന്ററാക്റ്റീവ് ചാനലാണ് GD3 ഏകലവ്യ ടെക്നോളജി എഡ്യൂക്കേഷൻ ആൻഡ് GD4 വ്യാസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, UGC ആണ് ഇതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയുള്ള ഇൻഫോർമേഷൻ മാത്രം, ജസ്റ്റ് എന്താണ് അതിനെപ്പറ്റി പറയുന്നത്. മെയിൻലി ഗ്യാൻ ദർശൻ എന്ന് പറഞ്ഞാൽ 2000 വന്നു എന്നുള്ളതും ഇഗ്നുവിന്റെ ഒരു ഇനിഷ്യേറ്റീവ് ആണെന്നും അറിഞ്ഞിരിക്കണം. ഓക്കെ, അത്ര അറിഞ്ഞിരിക്കണം. ദെൻ മൂവിങ് ഓൺ, അടുത്ത സ്വയംപ്രഭ. ഓക്കെ, ഇത് കുറച്ച് കാര്യമായിട്ട് തന്നെ പഠിക്കണം സ്വയംപ്രഭ. ഓക്കെ, അറൌണ്ട് ഇപ്പോൾ 40 ചാനൽസ് ഉണ്ട്. ഓക്കെ, 40 ചാനൽസ് ഉണ്ട്. ആൻഡ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തത്. ആൻഡ് 2017 ഇത് വരുന്നത്. 24 മണിക്കൂറും ഉണ്ട്. ഓക്കെ, GSAT-15 സാറ്റലൈറ്റ് ആണ് ലോഞ്ച് ചെയ്യുന്നത്. അത് അറിഞ്ഞിരിക്കുക കേട്ടോ. സ്റ്റേറ്റ്മെന്റിൽ വന്നെങ്കിലേ ഉള്ളൂ, ഇത് മാത്രമായിട്ട് ചോദിക്കാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, ഫോർ ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ, എല്ലാ എഡ്യൂക്കേഷൻ മേഖലകളിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, എല്ലാ ലെവൽ ഓഫ് എഡ്യൂക്കേഷനും വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ഇവരുടെ കൊളാബറേഷൻ, ഇവരുടെ ഓരോരുത്തരുടെയും ചാനൽസ്
ഓക്കെ, അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കണം കേട്ടോ. അത് ഞാൻ ഇന്നത്തെ ആഡ് ചെയ്തിട്ടില്ല, നമ്മുടെ നോട്ട്സിലുണ്ട്. ഓക്കെ, ഇവർ ഓരോരുത്തരും ആരൊക്കെയാണ്, ഏതൊക്കെ ചാനലാണ് എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, ഇതിനെ മാനേജ് ചെയ്യുന്നത് ഇൻഫ്ലിപ്നെറ്റ് ആണ്. ഓക്കെ, അങ്ങനെയുള്ള കീവേഡ്സ് മാത്രം പഠിച്ചു വെക്കുക. ഓക്കെ, സ്വയംപ്രഭ, ദെൻ PM ഇ-വിദ്യ. ഓക്കെ, ദെൻ അടുത്തത് PM ഇ-വിദ്യ. PM ഇ-വിദ്യ എന്ന് പറയുന്നത് റീസെന്റ് ലേറ്റസ്റ്റ് ആയിട്ട് ഒന്നാണ് അല്ലെ, 2020 ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. ഓൺ എയർ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഓൺ എയർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്രോഡ്കാസ്റ്റിംഗ് അതിനെ ഉദ്ദേശമുള്ളൂ, ഓൺലൈൻ എന്ന പരിപാടി മാത്രമേ ഇതിൽ ഉദ്ദേശമുള്ളൂ. ഓക്കെ, ആൻഡ് ഓൺ എയർ എഡ്യൂക്കേഷൻ ആണ്, എല്ലാ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ ഇത് അവൈലബിൾ ആണ്. ആസ് പാർട്ട് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതാണ്. ഓക്കെ, അതായത് നമ്മുടെ സ്കൂൾ ഗോയിങ് കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണ് PM ഇ-വിദ്യ മെയിൻലി കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ഇത് ഡിജിറ്റലാണ്. ഓക്കെ, ഡിജിറ്റലായിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഓൺ എയർ എഡ്യൂക്കേഷൻ, ഇതാണ് PM ഇ-വിദ്യയുടെ ഫോക്കസ്. ആൻഡ് ഇറ്റ്സ് മെയിൻലി പാർട്ട് ഓഫ് ആത്മനിർഭർ ഭാരത് അഭിയാൻ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളും ഓർത്ത് വെക്കുക. ഓക്കെ, പഠിച്ചു വെക്കുക കേട്ടോ, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതിന്റെ കീ കമ്പോണൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് റീഡ് ഇറ്റ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് തന്നെ റീഡ് ചെയ്യാം. ദീക്ഷ ഫോർ നാഷണൽ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആണ്, വൺ നേഷൻ വൺ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പ്രൊവൈഡിങ് ക്വാളിറ്റി ഇ കണ്ടന്റ്. ഓക്കെ, ഈ കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ഇലക്ട്രോണിക് കണ്ടന്റ്, അതായത് നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ലെ, ഓൺലൈൻ റിസോഴ്സസ് എന്നുള്ളതാണ് ഉദ്ദേശം. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് QR കോഡഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ്. ഓക്കെ, ദീക്ഷ ആൻഡ് സ്വയംപ്രഭ ചാനൽസ് ഉണ്ട്. ദെൻ റേഡിയോ ആൻഡ് പോഡ്കാസ്റ്റ്, നമ്മൾ പറഞ്ഞു മൾട്ടിപ്പിൾ ചാനൽസ് വഴിയാണ് ഇതിന്റെ ബ്രോഡ്കാസ്റ്റിംഗ് നടക്കുന്നത്. റേഡിയോ ആൻഡ് പോഡ്കാസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ദെൻ സ്പെഷ്യൽ ഇ കണ്ടന്റ്, അത് മെയിൻലി ഫോർ ഹിയറിംഗ് ഇംപയർഡ് ലേണേഴ്സ് ആണ്. ഓക്കെ, അവരെ ഫോക്കസ് ചെയ്തിട്ടാണ് സ്പെഷ്യലി ഇ കണ്ടന്റ് പരിപാടി കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ മനോദർപ്പൺ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതൊക്കെ ജസ്റ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അത്രയും നോക്കുക കേട്ടോ. ഇത് കൂടുതൽ പഠിച്ച് ഇതാക്കണ്ട കേട്ടോ. മീൻസ് ഹാർഡ് ആക്കരുത്, നമ്മൾ പഠിച്ച് യെസ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ഐഡിയ എനിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിനകത്ത് ഒരുപാട് കിടക്കുന്ന അതുപോലെ പഠിക്കാൻ ശ്രമിക്കരുത്. ജസ്റ്റ് എന്താണ് ഞാൻ ബോൾഡ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ബോൾഡ് ആക്കിയിട്ടുണ്ട്. ജസ്റ്റ് ആ കീവേഡ്സ് മാത്രം ജസ്റ്റ് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. മാക്സിമം എന്ത് ചെയ്യുക, വേർഡ്സ് കണക്ട് ചെയ്തിട്ട് മെമ്മറൈസ് ചെയ്യാൻ നോക്കുക, എല്ലാം മകപ്പ് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? ജസ്റ്റ് എന്താണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ കൂടുതൽ ഫർദർ എക്സ്പ്ലനേഷൻസിലോട്ടൊന്നും പോയിട്ടില്ല, ബിക്കോസ് നമുക്കിപ്പം JRF ക്ലബ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനകത്തോടൊക്കെ ഇത് കയറി ഇറങ്ങിപ്പോൾ ഓക്കെ, കണ്ടന്റ് ഒക്കെ കൂടുതൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാം. ഇവിടെ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണമെന്ന് മാത്രം പഠിച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. ലേണിംഗ് ഫോർ ഓൾ ഇംപ്ലൈസ്. എന്താണ്? നമുക്ക് ഓരോ ഓപ്ഷൻസും വായിച്ചു നോക്കാം അല്ലെ. ഓരോ ഓപ്ഷൻസും വായിച്ചു. ലേണിംഗ് ഫോർ ഓൾ, അതായത് എല്ലാവർക്കും എന്നുള്ള ഐഡിയ ആണ് അല്ലെ, എല്ലാവർക്കും പഠിക്കണം. ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനാണ്. ആദ്യം നോക്കാം, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. ഓക്കെ, ഇൻക്ലൂസീവ് ആകാന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. ഓക്കെ, കുഴപ്പമില്ല, നല്ല ഐഡിയ ആണ്. അടുത്തത് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ. ഓക്കെ, കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം അല്ലെ, ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ. ആ ഓപ്ഷൻ കുഴപ്പമില്ല. ഓക്കെ, എയും ബിയും ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, എയും ബി ഉള്ള ഓപ്ഷൻ ഉണ്ട്. എയും ബി ഉള്ള ഓപ്ഷൻ ഉണ്ട്. ദെൻ അങ്ങനെയെങ്കിൽ എ എന്ന ഓപ്ഷൻ വരുമോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. എ എന്നുള്ള ഓപ്ഷൻ വരുമോ എന്ന് ചെക്ക് ചെയ്യാം. അടുത്തത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ലേണിംഗ് ഫോർ ഓൾ എന്ത് ഇംപ്ലൈ ചെയ്യുന്നു എന്നാണ് ചോദ്യം അല്ലെ. ലേണിംഗ് ഫോർ ഓൾ എന്ത് ഇംപ്ലൈ ചെയ്യുന്നു എന്നാണ് ചോദ്യം. കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, വിച്ച് മീൻസ് ലേണിംഗ് ഫോർ ഓൾ ഇൻ എ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്നൊരു അർത്ഥം നമുക്ക് എന്നത് പറയാൻ പറ്റില്ല അല്ലെ. സോ ഡി എന്നുള്ള ഓപ്ഷൻ എന്തായാലും അതിൽ ഉത്തരമായിട്ട് വരില്ല. സോ നമുക്ക് എ എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്യാം. എ വരില്ല, വരാത്തതിന് എന്തായാലും എടുക്കാൻ പറ്റില്ല. സോ ഈ ഡി എന്നുള്ള ഓപ്ഷനും കട്ടായി പോകും. ഇനി എ ആൻഡ് ഇയും സിയും എന്നുള്ള ഓപ്ഷൻ മാത്രമേ മിച്ചുള്ളൂ. നമുക്ക് നോക്കാം ഈ വരുമോ നോക്കാം. കാറ്റഗറൈസ്ഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. ഈ കാറ്റഗറൈസേഷൻ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ഏത് സെൻസിലായിക്കോട്ടെ, ഇനി ഒരു കാറ്റഗറൈസേഷൻ പറയുന്നു, എന്തൊക്കെയോ ഒരു കാറ്റഗറി ആക്കുന്നുണ്ട്, വിച്ച് മീൻസ് അത് എല്ലാവർക്കും എന്നൊരു ഐഡിയ അത്
കൊടുക്കുന്നുണ്ടോ? നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. ഓക്കെ, കാറ്റഗറൈസേഷൻ ഓരോരുത്തരെയും പല രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കത് ഒരു രീതിയിൽ നോക്കുമ്പോൾ ഒരു പോസിറ്റീവ് സെൻസിൽ നമുക്ക് അതിനെ അപ്രോച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ്ലി അതൊരു പോസിറ്റീവ് അപ്രോച്ച് ആണെന്ന് പറയാൻ പറ്റുന്നില്ല. അതുമാത്രമല്ല നമുക്ക് എയും ബിയും സിയും ഓക്കെ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ മൂന്നും എന്താണ് ഒരു നല്ല ഓപ്ഷൻ ആയിട്ട് നിൽക്കുന്നുമുണ്ട്. സോ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യാം, ഇവിടെ എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താ, അതിനേക്കാൾ നല്ല ഓപ്ഷൻ വേറെ കിടപ്പുണ്ട്. ഓക്കെ, ആൻഡ് സി ഒള്ളി എടുത്ത ഗുണം എയും ബി അതിനകത്തങ്ങ് വരും അല്ലേ. അപ്പൊ ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ ഇതാണ് ലേണിംഗ് ഫോർ ഓൾ ഇംപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം നമ്മൾ ഇതിനകത്ത് നെറ്റിന്റെ പല ക്വസ്റ്റ്യൻസും കണ്ടുവന്നിട്ടുള്ള രീതി നമുക്ക് പല ഓപ്ഷൻസും കാണും, ഇതെല്ലാം വരില്ലേ എന്നൊരു ഫീല് നമുക്ക് തോന്നാറുണ്ട് പല കേസിലും. ഓക്കെ, നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇതെല്ലാം വരില്ല. ബട്ട് നിങ്ങൾ ഓപ്ഷൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിന് തെറ്റായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങളുടെ ഓപ്ഷനിൽ വരുന്നുണ്ട്, ബാക്കി രണ്ടെണ്ണം ശരിയാണ് എന്നുണ്ടെങ്കിൽ തെറ്റുണ്ട് എന്നതിന്റെ പേരിൽ ആ ഓപ്ഷൻ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഒരു നിവൃത്തി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾ ആ ഒരു ഓപ്ഷൻ എടുക്കാവുള്ളൂ. വിച്ച് മീൻസ് ഏറ്റവും ബെറ്റർ ആയിട്ട് എടുക്കാവുന്ന ഓപ്ഷൻ അതിനെ ചൂസ് ചെയ്യാവുള്ളൂ. പല ക്വസ്റ്റ്യൻസിൽ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇന്ന് വായിക്കുമ്പോൾ പക്ഷേ അതും വരാലോ ഇതും വരാലോ എന്നൊക്കെ ഫീൽ ചെയ്യും. ബട്ട് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണോ ഗോ ഫോർ ദാറ്റ്. ഓക്കെ, ബെറ്റർ ആയിട്ട് ഏതെടുക്കാമോ അതിലേക്ക് പോവാം. ഓക്കെ, ഇവിടെ ആൻസർ വരിക സി ആണ് ആൻസർ വരിക. ഓക്കെ, ഓക്കെ ആണല്ലോ. യെസ്, സി ആണ് ആൻസർ വരിക. ഇത് ഇപ്പം ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇൻക്ലൂസീവ് മീൻസ് എല്ലാരും ഉൾക്കൊള്ളിക്കുക, എല്ലാരും. ഓക്കെ, സി ലേണിംഗ് ഫോർ ഓൾ ഇംപ്ലൈസ് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ലേണിംഗ് ഫോർ ഓൾ, അത്ര മാത്രം ഫോക്കസ് ചെയ്യുക. എന്താണ് അവിടെ ചോദ്യം എന്നുള്ളത് ബാക്കി. ലേണിംഗ് ഫോർ ഓൾ എന്താണ് കൺസെപ്റ്റ് നമുക്കറിയില്ല, പക്ഷെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് എന്നാണ് ചോദ്യം പറയുന്നത്. ഓക്കെ, ഇതില് അതെന്താണ് ഇംപ്ലൈ ചെയ്യുന്നത്, വിച്ച് മീൻസ് അതെന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് നോക്കാം, ഓരോ ഓപ്ഷൻസ് റീഡ് ചെയ്ത് നോക്കാം. ഇതിൽ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വേണം നമ്മൾ പിക്ക് ചെയ്യാൻ. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ വേണം പിക്ക് ചെയ്യാൻ. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾക്കൊള്ളിക്കുക, ഇൻക്ലൂസീവ് ആകുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യാന്നാണ് അർത്ഥം. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്, നല്ലൊരു ഓപ്ഷനാണ്. നമുക്കത് ഹോൾഡ് ചെയ്യാം, നമുക്ക് എടുക്കുന്നില്ല, നമുക്ക് ഹോൾഡ് ചെയ്യാം. ഉള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്, നോക്കാം. ഇനി എടുക്കണമെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷൻസും നോക്കണം. ഇനി അടുത്ത് നമ്മൾ ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ എന്നുള്ളത് നോക്കുക. ഇക്വിറ്റബിൾ ഓക്കെ, കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, അതാണ് ഇക്വിറ്റബിൾ അല്ലെ, എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം. സോ ഓക്കെ ഫൈൻ, ലേണിംഗ് ഫോർ ഓൾ, ഇനി നമുക്ക് അങ്ങനെ ഒരു നല്ല അർത്ഥം എടുക്കാം അല്ലെ, അങ്ങനെ നല്ലൊരു അർത്ഥം എടുക്കാം. ബി എന്നുള്ള ഓപ്ഷനും ഓക്കെയാണ്. സിയിൽ പറയുന്നത് ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ, രണ്ടും വേണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എ ബി സി ഉണ്ട്. ഓക്കെ, ദെൻ അടുത്തൊരു ഓപ്ഷൻ പറയുന്നത് ഡി, ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. സി, കൊടുക്കേണ്ട എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉള്ളതായിരിക്കണം, പക്ഷെ ലേണിംഗ് ഫോർ ഓൾ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾക്കൊള്ളിക്കുക എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥമായിട്ട് നമുക്ക് ക്വാളിറ്റി എഡ്യൂക്കേഷനെ പറയാൻ പറ്റില്ല. കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഉണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. സോ നമുക്ക് ആ ഡി എന്നുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, ഡി എന്നുള്ള ഓപ്ഷൻ സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ ഡി ഉള്ള ഓപ്ഷൻസ് ഒക്കെ പോകും. ഓക്കെ, പിന്നെ മിച്ചുള്ളത് സിയും എയും ഇയും ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ ഇ എന്നുള്ള ഓപ്ഷൻ നോക്കാം, കാറ്റഗറൈസ്ഡ് ബേസ്ഡ് എഡ്യൂക്കേഷൻ. മേ ബി നമുക്ക് എടുക്കാം, ഓരോരുത്തരും ഓരോ ലെവലിലായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. മേ ബി കാറ്റഗറൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് ഓരോരുത്തർ വിട്ടുപോയിരിക്കാം. ഓക്കെ, അവിടെ നമുക്ക് എല്ലാവരും എന്നുള്ളൊരു ഐഡിയ പറയാൻ പറ്റുന്നില്ല. ഓക്കെ, എല്ലാവരും എന്നൊരു ഐഡിയ പറയാൻ പറ്റുന്നില്ല. ഈവൻ നമ്മൾ ആ ഒരു ഓപ്ഷൻ എടുത്തു എന്നിരിക്കട്ടെ, അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ഇക്വിറ്റബിൾ എഡ്യൂക്കേഷൻ എന്നുള്ള നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പൊ നമുക്ക് അത് പറ്റത്തില്ല. സ്ട്രോങ് ആയിട്ടുള്ള ഓപ്ഷൻ എപ്പോഴും നമുക്ക് പിക്ക് ചെയ്ത് പോകണം. സോ ഗോ ഫോർ സി. സി എടുത്താൽ രണ്ടും അതിൽ വരും, ഇൻക്ലൂസീവും ഇക്വിറ്റബിളും. അത് രണ്ടും കുറച്ച് സ്ട്രോങ് മീനിങ് കൺവേ ചെയ്യുന്നുണ്ട് ഇല്ലേ. ഈ കാറ്റഗറൈസേഷൻ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, സ്ട്രൈക്ക് ചെയ്ത് വിടാം. ഓക്കെ, ഞാൻ ആ വേർഡ് മീനിങ് വെച്ചിട്ട് ആ ചോദ്യം ഉത്തരം എങ്ങനെ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത് കേട്ടോ. ഓക്കെ, ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ഉണ്ടാവും. ഇത് പഠിച്ചിട്ടുള്ളവർ അല്ലാതെയും സോൾവ് ചെയ്തിട്ടുണ്ടാവും, നോ മാറ്റർ. ഇങ്ങനെ ചോദ്യത്തെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഓക്കെ ആണോ? ഓക്കെ, ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ള ഐഡിയ, എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇൻക്ലൂസീവ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് അർത്ഥമുള്ളൂ. ഇക്വിറ്റബിൾ മീൻസ് എല്ലാവർക്കും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്, എല്ലാവർക്കും ഒരുപോലെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻക്ലൂസീവ് ആൻഡ് ഇക്വിറ്റബിൾ രണ്ടും ഒന്നിച്ച് പറഞ്ഞേക്കുന്നേ ഉള്ളൂ. ക്വാളിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ യെസ്, കൊടുക്കുന്ന എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം. എന്താണ് സ്റ്റേറ്റ്മെന്റ്, ആ ഒരു സെന്റൻസ് പറയുന്നത് അത് തന്നെയാണ് അതിന്റെ ഐഡിയ പറയുന്നത്. ഓക്കെ, കാറ്റഗറൈസ് ബേസ്ഡ് എഡ്യൂക്കേഷനിൽ ഇവിടെ പറയുന്ന ഐഡിയ മെയിൻലി
ഇതെന്താണ്? നമ്മള് എബിലിറ്റിയുടെ ബേസിസിൽ ആൾക്കാരെ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട് എന്നൊരു ഐഡിയ ആണ് പറയുന്നത്. അങ്ങനെ നമ്മളൊരു കാറ്റഗറൈസേഷൻ പറയുമ്പോൾ തന്നെ എന്താണ്, ഒരു നെഗറ്റീവ് മീനിങ് അതിൽ വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് അതൊരു സ്ട്രോങ് ഓപ്ഷൻ അല്ല എന്നവിടെ പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ആ ഓപ്ഷൻ എന്ത് ചെയ്യാണ്ട് അവിടെ എലിമിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഇത് ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോവാം. ഓക്കെ, ഓക്കേടാ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും വലിയ പാടൊന്നുമില്ല. ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിക്കുക, നമ്മുടെ ലോജിക്ക് ഉപയോഗിച്ച് നമുക്ക് ഉത്തരത്തിലെത്താം. ഓക്കെ, അതിനിപ്പം പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി എന്താണെന്നോ അതിന് പറയുന്ന സ്റ്റെപ്സ് എന്താണെന്നോ അറിയേണ്ട ആവശ്യമില്ല, അല്ലേ? ഓക്കെ ഓക്കെ, നോക്കാം. നമുക്കൊന്ന് നോക്കാം അല്ലേ? ഓക്കേടാ, ഫൈൻ, നോക്കാം. പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജി. ഞാൻ ചെയ്യാം. ഞാൻ നേരെ ഓപ്ഷനിലേക്കാണ് ആദ്യം പോവുക. ബട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ആദ്യം ഓപ്ഷൻ റീഡ് ചെയ്യാം. ഓക്കെ, ആദ്യം ഓപ്ഷൻ റീഡ് ചെയ്യാം. റീഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ആദ്യം വരാൻ സാധ്യതയുള്ളതിന് ആദ്യം എടുക്കുക, എന്നിട്ട് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. രണ്ടും നിങ്ങളുടെ ഏതാണ് കൺവീനിയൻസ്, നിങ്ങൾ എങ്ങനെയാണോ ചെയ്തു പഠിക്കുന്നത് അതുപോലെ. ഓക്കെ, രണ്ടും ടൈം കൺസ്യൂമിംഗ് ഒന്നും അല്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന പരിപാടിയല്ലോ. ഓക്കെ, ഞാൻ നോക്കുമ്പോൾ ഞാൻ ഓപ്ഷനിലെ ആദ്യമേ നോക്കുള്ളൂ കേട്ടോ. അതൊരു ബെസ്റ്റ് സ്ട്രാറ്റജി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. മേ ബി പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ വായിച്ചിട്ട് ഏതാണ് ആദ്യം വരുന്നതെന്ന് നോക്കിയിട്ട് അത് എടുത്തിട്ട് അത് ഓപ്ഷനിൽ പോകാം എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തന്നെ വായിച്ചിട്ട് കൺഫ്യൂഷൻ ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഓപ്ഷനിലോട്ട് പോകും. അത് നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. നിങ്ങൾക്ക് ഏതാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് അതുപോലെ. ഓക്കെ, ചിലർക്ക് ഇത് ആദ്യമേ ഇവിടെ നമ്മൾ സ്വയം വായിച്ചിട്ട് നമ്മൾ തന്നെ സോർട്ട് ചെയ്തിട്ട് ഓപ്ഷനിലോട്ട് പോകുന്ന രീതിയുണ്ട്. വാട്ട് എവർ, ഓക്കെ, നിങ്ങൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു അതുപോലെ. ബട്ട് എൻഷുർ ടൈം ഒരുപാട് ആ ഒരു ക്വസ്റ്റ്യനിൽ സ്പെൻഡ് ചെയ്യാതിരിക്കുക. ഓക്കെ, അത് മാത്രം ഒന്ന് എൻഷുർ ചെയ്താൽ മതി. ആൻഡ് നിങ്ങൾ എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരത്തിൽ എത്തുന്നുണ്ടോ എന്ന് കൂടെ നോക്കുക. ഞാൻ ആദ്യം നോക്കുക, ഞാൻ ഓപ്ഷനിലേ വരത്തുള്ളൂ കേട്ടോ. ഞാൻ ഓപ്ഷനിൽ വരും BEAC. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ഓപ്ഷൻ ആണ്, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, ബി ആദ്യം നോക്കും, ഡിറ്റർമൈൻ ഹൗ ടു ഇംപ്ലിമെന്റ്. പിന്നെ ഞാൻ വായിക്കാൻ നിൽക്കില്ല. ഇംപ്ലിമെന്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒന്നും തുടക്കത്തിൽ വരാവുന്ന ഒരു സ്റ്റെപ്പേ അല്ല. ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുമ്പോൾ ഫൈനൽ വരാം അല്ലേ? ആൻഡ് ഇവാലുവേറ്റ് ദ സക്സസ്. അപ്പൊ അതിന് മുന്നേ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്. എന്തായാലും ബി ആദ്യം വരില്ല. സോ ഞാൻ ആ ഒരു ഓപ്ഷൻ എടുക്കില്ല, ഞാൻ അതവിടെ ക്യാൻസൽ ചെയ്യും. ഓക്കെ, അടുത്ത ഡിഫൈൻ ദ പ്രോബ്ലം. ഓക്കെ, നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് അല്ലേ? നമുക്കൊരു പ്രോബ്ലം ഉണ്ടാവണം ആദ്യം അല്ലേ? പ്രോബ്ലം ഉണ്ടാവണം, ആ പ്രോബ്ലം എന്താണെന്നുള്ള അറിയണമെങ്കിൽ ആ പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം. സ്വാഭാവികം, ഇറ്റ് ക്യാൻ ബി. സോ ഞാൻ അതവിടെ ഹോൾഡ് ചെയ്യാം. എന്തിന് ഞാൻ നോക്കും, ഒറ്റടിക്ക് ഉത്തരത്തിൽ പോവില്ല. എങ്കിലും ഞാൻ നോക്കും, ജനറേറ്റ് മെനി പോസിബിൾ സൊല്യൂഷൻ. ജനറേറ്റ് ചെയ്യണം. എവിടെ നിന്ന് ജനറേറ്റ് ചെയ്യണം, എന്ത് വെച്ചിട്ട് സൊല്യൂഷൻ ജനറേറ്റ് ചെയ്യണം, ഐഡിയ ഇല്ല. അപ്പൊ അതിന് മുന്നേ എന്തൊരു സ്റ്റെപ്പ് ഉണ്ട്. സോ സി എന്നുള്ള ഓപ്ഷനും ഞാൻ എടുക്കില്ല, അതെന്തായാലും ഫസ്റ്റ് വരില്ല. ഓക്കെ, ദെൻ ഡിയിലേക്ക് നോക്കുമ്പോൾ സി, മേക്ക് എ ഡിസിഷൻ. ആദ്യം നമ്മൾ വേറെ ഡിസിഷൻ ഉണ്ടാക്കില്ലല്ലോ, അപ്പൊ ആ ഓപ്ഷൻ വരില്ല. ഓക്കെ, സോ ആൻസർ അങ്ങനെ എന്ത് ചെയ്യും, ബി. എന്നിട്ട് ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഡിഫൈൻ ദ പ്രോബ്ലം ആണ്. പ്രോബ്ലം ഡിഫൈൻ ചെയ്തു, ദെൻ ജനറേറ്റ് മെനി പോസിബിൾ സൊല്യൂഷൻ. ഓക്കെ, പ്രോബ്ലം ഡിഫൈൻ ചെയ്താൽ അതിന്മേൽ ഒരുപാട് സൊല്യൂഷൻസ് നമുക്ക് ജനറേറ്റ് ചെയ്യാം, കുഴപ്പമില്ല. ഡി എന്താ പറയണേ, ഇവാലുവേറ്റ് ഈച്ച് സൊല്യൂഷൻ. ശരിയാ, നമ്മൾ ഓരോ സൊല്യൂഷൻ കണ്ടുപിടിച്ചു, അതിനെ ഓരോന്നിനെ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത സി നോക്കുമ്പോൾ മേക്ക് എ ഡിസിഷൻ. ഓക്കെ, ഇവാലുവേഷൻ ശേഷം നമുക്ക് അതിനകത്ത് എന്ത് ചെയ്യാം, ഒരു ഡിസിഷൻ എടുക്കാം, കുഴപ്പമില്ല. ഇപ്പൊ ബിയിൽ നോക്കാം, ഡിറ്റർമൈൻ ഹൗ ടു ഇംപ്ലിമെന്റ് ദ സൊല്യൂഷൻ ആൻഡ് ഇവാലുവേറ്റ് ദി സക്സസ് ഓഫ് ദ സൊല്യൂഷൻ. ഓക്കെ, കുഴപ്പമില്ല അല്ലേ? ഇപ്പൊ നോക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ എനിക്ക് കുഴപ്പമില്ല എന്ന് ഫീൽ ചെയ്തു, ആൻഡ് ഐ ഗോ ഫോർ ദാറ്റ്. ഇവിടെ ആ എക്സാം ഹാളിൽ നിന്ന് മൊത്തം വായിച്ചു നോക്കാൻ നിൽക്കില്ല. ആദ്യം ഓക്കെ ആണെന്ന് ഫീൽ ചെയ്താൽ അത് എടുക്കുക, പോവുക. ഓക്കെ, ക്ലിയർ ആയോ? ആൻസർ എന്താ വരാ, ബി ആണ് ആൻസർ വരാ. ഓക്കെ, ബി ആണ് ആൻസർ വരാ. ഓക്കെ, അതെന്താണ് ഈ ഓരോ സ്റ്റെപ്സ് ഇവിടെ പറയുന്നുണ്ട്. ഫസ്റ്റ്, നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലത്തെ ആദ്യം ഐഡന്റിഫൈ എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഡിഫൈൻ ചെയ്യാം. ഡിഫൈൻ മീൻസ് ക്ലിയർലി നമ്മൾ ആ ഒരു പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഫൗണ്ടേഷൻ ആയിരിക്കണം. ഓക്കെ, അടുത്ത് ജനറേറ്റ് മെനി പോസിബിൾ സൊല്യൂഷൻസ്. ഓക്കെ, ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമ്മളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യണം. അങ്ങനെയല്ലേ, നമ്മുടെ കയ്യിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നു, എന്നിട്ട് എന്തൊക്കെ ഉത്തരങ്ങൾ അതിൽ വരാം എന്നുള്ളത് നമ്മളൊന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്തെടുക്കും, റൈറ്റ്?
ദെൻ ഇവാലുവേറ്റ് ഒരു സൊല്യൂഷൻ. നമ്മളിപ്പോൾ ചെയ്ത പോലെ നമ്മളിപ്പോൾ ഓരോന്ന് ചെയ്യുന്നില്ലേ ഓരോ ക്വസ്റ്റ്യൻസ്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കുറെ സൊല്യൂഷൻസ് ഉണ്ട്, ഇതിൽ ഏത് ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും അല്ലേ. അപ്പൊ ഇവാലുവേറ്റ് ഓരോ ഓപ്ഷൻ, ദെൻ മേക്ക് എ ഡിസിഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഓപ്ഷനിലും എത്തും, മീൻസ് ഒരു ഡിസിഷൻ നമ്മൾ അവിടെ അങ്ങ് എടുക്കും. ആൻഡ് ഡിറ്റർമൈൻ ഹൗ ടു ഇംപ്ലിമെന്റ് ദ സൊല്യൂഷൻ ആൻഡ് ഇവാലുവേറ്റ് ദ സക്സസ്. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് എന്ത് ചെയ്യാം, പുട്ട് ഇൻ ടു ആക്ഷൻ എന്ന് പറയാം. ഇംപ്ലിമെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പുട്ട് ഇൻ ടു ആക്ഷൻ, നമ്മൾ എന്ത് ചെയ്യാം, അതിനങ്ങ് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഇതാണ് പ്രോബ്ലം സോൾവിങ് സ്ട്രാറ്റജിയുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സി ഇതില് നിങ്ങൾ ഇതൊന്ന് അറിഞ്ഞു വെക്കുക. ഇതിന്റെ ഈ കീവേഡ്സ് ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ, എക്സ്പ്ലോറേഷൻ, അനാലിസിസ്, സെലക്ഷൻ, ആക്ഷൻ അറിവ്. ഇതേ സാധനത്തെ വേറൊരു രൂപത്തിൽ ചോദിച്ചാൽ, ഈ പേരിലൊക്കെ ഈ വേർഡ്സ് മാറ്റി ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് അറിയണം. ഓക്കെ, അതുകൊണ്ട് ഇതും കൂടെ എന്ത് ചെയ്യുക, ഇതിന്റെ കൂടെ ഡിഫൈൻ ദ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിന്റെ ഒരു ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് ആണ്. ജനറേറ്റ് മെനി പോസിബിൾ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ വി ആർ എക്സ്പ്ലോറിങ്, നമ്മൾ സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് എക്സ്പ്ലോർ ചെയ്യാണ്. ഇവാലുവേറ്റ് ഈച്ച് ഓപ്ഷൻ, വിച്ച് മീൻസ് അവിടെ ഒരു അനാലിസിസ് നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കീവേഡ്സ് ഒന്ന് നോട്ട് ചെയ്യുക. മേക്ക് എ ഡിസിഷൻ, വിച്ച് മീൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഒരു സെലക്ഷൻ നടത്തുക അല്ലെ, ഒരു സൊല്യൂഷൻ നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്, ഒരു സൊല്യൂഷൻ നമ്മൾ നടത്തുകയാണ്, ഇതാണ് ഒരു സെലക്ഷൻ, സെലക്ട് ചെയ്യാണ്. ദെൻ ഫൈനലി ആക്ഷൻ ആൻഡ് റിവ്യൂ, ഇംപ്ലിമെന്റ് ചെയ്തു സക്സസിനെ ഇവാലുവേറ്റ് ചെയ്യും, അതാണ് ആക്ഷൻ ആൻഡ് റിവ്യൂ. ഓക്കെ ആണോ? ഇതിന്റെ ഈ കീവേഡ്സും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റിന് പോകാമോ? ഓക്കെ ആണോ? ഓക്കെ 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 ഫൈൻ. അടുത്ത ക്വസ്റ്റ്യൻ. The role of a teacher in the simulation model is that of. എന്താണ് ഇതിന് ആൻസർ വരിക? ഓക്കെ, എല്ലാരും എ പറയുന്നുണ്ട്, നോക്കാം. സി ഇവിടെ ഞാൻ നോക്കുമ്പോ the role of a teacher in the simulation model is that of. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തോ സംതിങ്, എന്തോ ഒരു മോഡലിനെ പറ്റിയിട്ടാണ് ചോദ്യം. ഓക്കെ, ഇത് ഇവൻ എനിക്ക് വലിയ ഐഡിയ ഇല്ല, സിമുലേഷൻ മോഡലോ മേ ബി, ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നുണ്ടോ, അവിടെ കേട്ടെ. പിന്നെ അവർ അടുത്ത സ്ട്രെസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ക്വസ്റ്റ്യനിൽ, ദ റോൾ ഓഫ് എ ടീച്ചർ. റോൾ ഓഫ് എ ടീച്ചർ, ഞാൻ എടുക്കുന്ന ലോജിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ ഞാനൊരു മോഡൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഞാനൊരു ടീച്ചറിനെ വെച്ചിട്ടൊരു മോഡൽ ഉണ്ടാക്കുക, അപ്പൊ നിങ്ങളൊരു ടീച്ചറിനെ വെച്ചിട്ടൊരു മോഡൽ ഉണ്ടാക്കുക. അപ്പൊ ആര് മോഡൽ ഉണ്ടാക്കിയാലും ടീച്ചറിന്റെ റോള് ആ മോഡലിനകത്ത് ഒന്നായിരിക്കും. കാരണം ടീച്ചർ ചെയ്യുന്ന പണി, ആരുടെ മോഡലും ടീച്ചർ ചെയ്യുന്ന പണി ഒന്നായിരിക്കും. ഇതാണ് ഞാൻ എടുക്കുന്ന ലോജിക്ക്. ഈവൻ സിമുലേഷൻ മോഡൽ എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ എടുക്കുന്ന ലോജിക്ക് ഇതായിരിക്കും. ആര് മോഡൽ ഉണ്ടാക്കിയാലും ടീച്ചറിന്റെ റോള് സെയിം ആയിരിക്കും, ആയിരിക്കുമല്ലോ. ടീച്ചറിന്റെ റോൾ എന്താ വെച്ചാൽ, എന്നിട്ട് ഞാൻ നോക്കാം, ഓരോ നോക്കാം. എക്സ്പ്ലെയിനിങ്, ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ, നൈസ് ഓപ്ഷൻ ആണ്, ഹോൾഡ് ചെയ്യും. ഫൈനലെത്തില്ല, ഞാൻ ഹോൾഡ് ചെയ്യും. അടുത്ത ഞാൻ നോക്കും ഡിസൈനിങ്. ടീച്ചറിന്റെ പ്രഥമ ജോലി ഡിസൈനിങ്, ഇറ്റ്സ് എ പാർട്ട്. നമ്മൾ ടീച്ചിങ്ങിന്റെ ഒരു ഭാഗമാണ് അല്ലേ, നമ്മുടെ സിലബസ് ഒക്കെ ഒന്ന് എന്ത് പഠിപ്പിക്കണം എന്നുള്ളത് ഡിസൈനിങ്. ബട്ട് മെയിൻലി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റോളാണെന്ന് പറയാൻ പറ്റില്ല. അവർ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് ആയിരിക്കും, അല്ല സ്ട്രാറ്റജി ആയിരിക്കാം, അല്ല അവരെടുക്കുന്ന ഒരു ആക്ഷൻ ആയിരിക്കാം. ബട്ട് കാൻ ബി ദ റോൾ ഓഫ് എ ടീച്ചർ എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, സി ഇങ്ങനെ പറയുമ്പോൾ ഒരു ടീച്ചർ എടുക്കുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും ഞാൻ നോക്കുക. ഓക്കെ, ക്യാൻ ബി, അതൊക്കെ വരാമെങ്കിലും സി എനിക്ക് അത്ര ഫീൽ ചെയ്തില്ല ഡിസൈനിങ് ബി എ റോൾ ഓഫ് എ ടീച്ചർ. സി ആസ് കമ്പയർഡ് ടു എക്സ്പ്ലെയിനിങ് കുറച്ച് വേഗം ഫീൽ ചെയ്യുന്നുണ്ട്, ഞാൻ കട്ട് ചെയ്തു. അടുത്ത് സി എന്നുള്ള ഓപ്ഷൻ നോക്കുന്നത് ഡിസ്ക്രൈബിങ്. ഓക്കെ, ഒരു ടീച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഹോൾഡ് ചെയ്യാണ്. ആൻഡ് ചൂസിങ് ആക്ടിവിറ്റി, ഒരു ആക്ടിവിറ്റി ചൂസ് ചെയ്ത് തരലാണ് ഒരു ടീച്ചറിന്റെ റോള്. ഓക്കെ, ടീച്ചർ സഹായിക്കുമായിരിക്കും, ബട്ട് ഇറ്റ് കാൻ ബി, അതൊരു സ്ട്രോങ് ഓപ്ഷൻ ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ടീച്ചറിന് എന്തെല്ലാം പണിയുണ്ട് അല്ലേ. സോ കാൻ ബി. പിന്നെ എനിക്ക് വരാവുന്നൊരു കൺഫ്യൂഷൻ ആണ്, എ ആണോ സി ആണോ. ഓക്കെ, ഇനി ഞാൻ നോക്കാം ഇതിൽ ഏതായിരിക്കും സ്ട്രോങ് ആയിട്ട് നിലകൊള്ളുന്ന ഓപ്ഷൻ എന്നാണ്. ഞാൻ നോക്കുമ്പോൾ എക്സ്പ്ലെയിനും ഡിസ്ക്രൈബും കുറച്ചും കൂടെ ബ്രോഡ് ആയിട്ടുള്ള ടേം ഇതിൽ ഏതാണെന്ന് ഞാൻ നോക്കാം. ഓക്കെ, ഒരു ടീച്ചറിന്റെ മാക്സിമം രണ്ടും ഏറെക്കുറെ ഒരേ പണിയാണെങ്കിലും സിമിലർ ആണ്, ബട്ട് സെയിം അല്ല കേട്ടോ. സിമിലർ ആണെങ്കിലും ഓക്കെ ഒരേപോലെ ഉള്ളതല്ല, ബട്ട് സിമിലർ ആണ്. രണ്ടും തമ്മിൽ അതിന്റെ ഡിഫറൻസ് ഉണ്ട്. ഞാൻ നോക്കും ഇതിൽ ഏതൊക്കെ ഇപ്പൊ കുറച്ചും കൂടെ ബ്രോഡായിട്ടും ഒരു ടീച്ചറിന് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതിൽ ഏത് കാര്യമുണ്ട് എന്ന് ഞാൻ നോക്കുമ്പോൾ ഓക്കെ ഐ ഫീൽ ഇറ്റ്സ് എക്സ്പ്ലെയിനിങ് ആണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യും. ഓക്കെ, എന്താന്ന് പറഞ്ഞുതരാം. ഡിസ്ക്രൈബിങ് നമ്മൾ പറയുമ്പോൾ ഡിസ്ക്രൈബ് ഒരു സാധനത്തെ ഡിസ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു കാർ ഉണ്ട്, ഒരു കാറിനെ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഞാൻ പറയും ആ കാറിന് ഡോറുണ്ട്, അതിന് കണ്ണാടി ഉണ്ട്, വീലുണ്ട്, സ്റ്റിയറിംഗ് ഉണ്ട്. വിച്ച് മീൻസ് അതിന് എന്തൊക്കെയാണെന്ന ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഫീച്ചേഴ്സിനെ ഞാൻ ഇങ്ങനെ എന്തൊക്കെയുണ്ടെന്ന് ഇങ്ങനെ പറയാം. ഇതാണ് ഡിസ്ക്രൈബ് ചെയ്യാന്ന്. എന്നാൽ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല,
എന്തുകൊണ്ട് എന്നൊരു ഫാക്ടറും കൂടെ ഇതിനകത്ത് വരും. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ട്, അത് കുറച്ചും കൂടെ ബ്രോഡർ ആണ് ഒരു ടേം എക്സ്പ്ലെയിൻ. എന്തുകൊണ്ട് ഞാൻ ആ കാർ ചൂസ് ചെയ്യുന്നു, ഇതാണ് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ പറയാം. എന്തുകൊണ്ട് ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു, ഐ ഫീൽ ഞാൻ എന്തുകൊണ്ട് ജോയിൻ ചെയ്തു. ആ ഒരു വൈ ഫാക്ടർ ഒക്കെ പറയാൻ കൊള്ളാവുന്ന ഒരു ഓപ്ഷൻ എക്സ്പ്ലെയിൻ എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കുമ്പോഴാണ്. സോ ഒരു ബ്രോഡ് മീനിങ് ഉള്ളത് കൊണ്ട് തന്നെ ഐ വിൽ ഗോ ഫോർ എക്സ്പ്ലെയിൻ എന്നൊരു ഓപ്ഷൻ. ഓക്കെ, അതുകൊണ്ട് ഞാൻ ചൂസ് ചെയ്യും എ ആയിരിക്കും ആൻസർ എന്ന്. ഓക്കെ, എ ആയിരിക്കും ആൻസർ എന്ന് ഞാൻ ചൂസ് ചെയ്യും. നമ്മുടെ ആൻസർ എന്താണ്? നമ്മുടെ ആൻസർ എ ആണ്, എക്സ്പ്ലെയിനിങ് ആണ്. ഓക്കെ ഓക്കെ, ഞാനപ്പോൾ അവിടെ നിന്ന് ആലോചിക്കില്ല, എനിക്ക് സിമുലേഷൻ മോഡൽ എന്താണെന്ന് അറിയാമെന്ന് ഞാൻ ആലോചിക്കില്ല. മറിച്ച് എന്താണ് ക്വസ്റ്റ്യൻ ഫോക്കസ് ചെയ്യുന്നത്, റോൾ ഓഫ് എ ടീച്ചർ. ആരും ഒരു മോഡൽ ഉണ്ടാക്കിയാലും ടീച്ചർ റോൾ സെയിം ആയിരിക്കും. ഞാൻ എടുക്കുന്ന ലോജിക്ക് അതേ ഉള്ളൂ കേട്ടോ. മേ ബി അത് കുറച്ച് വീക്കല്ലേ എന്നൊക്കെ ഫീൽ ചെയ്യും, ബട്ട് എന്തും ചിന്തിക്കാം, നമ്മുടെ ചിന്ത ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, എക്സാം ഹാളിൽ എങ്ങനെ രക്ഷപ്പെട്ടു പോവാം, ഇത്രേ ഉള്ളൂ കേട്ടോ. ഇവിടെ സിമുലേഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ, സി ഒരു ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാക്കുക, അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടൊരു സിറ്റുവേഷൻ. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, നമ്മൾ തിയറിയിൽ പഠിച്ച കാര്യങ്ങളും അതിന്റെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ. മെയിൻലി പറയുകയാണെങ്കിൽ റിയൽ വേൾഡ് സിമുലേറ്റ് എന്ന് ഞാൻ പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യാന്ന് അർത്ഥം. ഓക്കെ ഓക്കെ, അതിനെ ഇമിറ്റേറ്റ് ചെയ്യാം. അതായത് നമ്മൾ തന്നെ ഒരു എൻവയോൺമെന്റ് അങ്ങ് ക്രിയേറ്റ് ചെയ്യുക പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു റിയൽ വേൾഡ് എക്സ്പീരിയൻസ് കിട്ടാൻ, റിയൽ വേൾഡ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിറ്റുവേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ അനുഭവിക്കുക. ഇറ്റ് ഈസ് ഒരു ടീച്ചിങ് മോഡലാണ് കേട്ടോ, ഇതൊരു ടീച്ചിങ് മോഡലാണ്. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതാണ് സിമുലേഷൻ മോഡൽ പറയാം. എന്താണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, ഓക്കെ, സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇമിറ്റേറ്റ് ചെയ്യുക എന്നൊരു ഐഡിയ ആണ്. ഓക്കെ, ഒരു റിയൽ വേൾഡ്, ഒരു ആർട്ടിഫിഷ്യൽ സിറ്റുവേഷൻ ടീച്ചർ ഉണ്ടാക്കി കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കുട്ടികൾക്ക് കാര്യങ്ങളെ കുറച്ചുകൂടെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതിനും സ്റ്റെപ്സ് ഉണ്ട് കേട്ടോ. സിമുലേഷൻ മോഡൽ സ്റ്റെപ്സ് ഉണ്ട്. ആദ്യം എക്സ്പ്ലെയിൻ ദ സിനാറിയോ. ടീച്ചർ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ആ സിനാറിയോ എക്സ്പ്ലെയിൻ ചെയ്യും. വിച്ച് മീൻസ് എന്താണ് ആ സിനാരിയോയുടെ ബാക്ക്ഗ്രൗണ്ട്, എന്താണ് ആ സിറ്റുവേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഓക്കെ എന്നുള്ള കോണ്ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, അഗെയിൻ കീവേഡ്സ് ഒന്ന് നോക്കി വെക്കുക, പറഞ്ഞു കൊടുക്കും. ദെൻ ക്ലാരിഫൈ റൂൾസ്. ഇതിന്റെ സ്റ്റെപ്സ് ആണ് കേട്ടോ. ക്ലാരിഫൈ റൂൾസ് എന്ന് വെച്ചാൽ അതിൽ വരുന്ന റൂൾസ്, പ്രൊസീജിയേഴ്സ്. അതായത് നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ആണല്ലോ, അപ്പൊ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ടീച്ചറാണ് കൊടുക്കും. ടീച്ചർ കൊടുക്കുമ്പോൾ പറയും ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത്, ഓക്കെ ഇതിന് ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അതാണ് ഓരോ റൂൾസിനും ടീച്ചർ എന്ത് ചെയ്യും, ക്ലാരിഫൈ ചെയ്ത് കൊടുക്കും. ആദ്യം എന്താണ് ആ ബാക്ക്ഗ്രൗണ്ട് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ദെൻ റൂൾസിനെ ക്ലാരിഫൈ ചെയ്യും, ദെൻ ഇനിഷ്യൽ ഗൈഡിങ്. ടീച്ചറിന്റെ വക എന്തുണ്ടാവും, ഗൈഡിങ് ഉണ്ടാവും. ഓക്കെ, അതായത് എന്തൊക്കെ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിസോഴ്സസുകളെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഗൈഡിങ് ടീച്ചറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഓക്കെ, ദെൻ ആൻസർ ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ് ക്ലാരിഫിക്കേഷൻ. എൻഡിൽ ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാരിഫിക്കേഷൻ കുട്ടികൾക്ക് ടീച്ചർ കൊടുക്കും. ഓക്കെ, അതായത് നമുക്ക് എന്തൊക്കെ ഡൗട്ട്, നമ്മളൊരു എക്സ്പീരിയൻസ് ചെയ്യാണ് അല്ലെ, ഒരു സിറ്റുവേഷൻ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം, നമുക്ക് അതിൽ നിന്ന് വരുന്ന സംശയങ്ങളൊക്കെ ടീച്ചർ എന്ത് ചെയ്യാം, എൻഡിൽ ക്ലാരിഫൈ ചെയ്ത്. അതാണ് ആൻസർ ക്വസ്റ്റ്യൻസിലെ ക്ലാരിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 4 സ്റ്റെപ്പാണ് സിമുലേഷൻ മോഡലിൽ പറയാം. ആദ്യം ആ സിനറി എന്തെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും, ആ റൂൾസിനെ ക്ലാരിഫൈ ചെയ്യും, എന്തൊക്കെയാണ് പ്രൊസീജിയേഴ്സ് റൂൾസ് എന്നുള്ളത് പറയും, ദെൻ ഗൈഡ് ഇനീഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കും, ദെൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. അവസാനം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് കുറെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ടീച്ചർ അതിനെ അഡ്രസ് ചെയ്യും. സിമുലേഷൻ മോഡൽ ഇത്ര ആവുക. സിമുലേഷൻ എന്ന വാക്കിനർത്ഥം എന്ത് ചെയ്യുക, ഇമിറ്റേറ്റ് ചെയ്യുക. എന്താണ് ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻ, നമ്മൾ പഠിച്ച ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് പ്രാവർത്തികമാക്കുക. അതേ അവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ആൻഡ് ഈ വേർഡ്സ് ഓർത്തിരുന്നോ, ഒരു സിമുലേഷൻ മോഡലില് ഇതൊരു ടീച്ചിങ് മോഡലാണ്. ഇതിലൊരു ടീച്ചറിന്റെ റോൾ എന്ന് പറഞ്ഞാൽ ടീച്ചർ ഒരു എക്സ്പ്ലെയിനർ ആയിരിക്കും, ഫെസിലിറ്റേറ്റർ ആയിരിക്കും, ഒരു ഗൈഡ് ആയിരിക്കും. ഓക്കെ, എക്സ്പ്ലെയിനർ ആയിരിക്കും, ഫെസിലിറ്റേറ്റർ ആയിരിക്കും, ഗൈഡ് ആയിരിക്കും. ഇതിൽ എക്സ്പ്ലെയിൻ എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷനിൽ വന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, സോ ഓക്കെ, അടുത്ത ക്വസ്റ്റിൽ പോവാം. ഓക്കേടാ, അടുത്ത ക്വസ്റ്റ്യൻ. യെസ്, മാച്ച് ദ ഫോളോയിങ്. ഇതിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ലോജിക്ക് അപ്ലൈ ചെയ്യില്ല, ആൾക്കാരുടെ പേര് അറിഞ്ഞിട്ടേ മാർക്കുള്ളൂ. എങ്കിലും ആൻഡ് ക്യാൻ ആൻസർ ചെയ്തോ. ഓക്കേടാ, യെസ്,
ആൻസർ വരിക സി ആണ് ആൻസർ കേട്ടോ. സി ആണ് ആൻസർ വരിക. ഇതറിയണം, ആൻസൈറ്റി റിഡക്ഷൻ ഇദ്ദേഹത്തിന്റെയാണ്. റിൻ ആൻഡ് വാൽ. ഓക്കെ. ദെൻ അസേർട്ടീവ് ട്രെയിനിങ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. അസേർട്ടീവ് ട്രെയിനിങ് അതറിയാം, വാൽപ്പ് ആൻഡ് ലസറസ്. ഓക്കെ, ബി ഇത് വരും. ആൻഡ് ഡയറക്ട് ട്രെയിനിങ് ഇൻ ലംസലി, റൈറ്റ്, ഇദ്ദേഹമാണ്. ദെൻ അടുത്തത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ, ബി എഫ് സ്കിന്നർ. ഓക്കെ, അത് വരുന്ന ഓപ്ഷൻ ഡി ആണ്. A3, B1, C4, D2. ഓക്കെ, അതാണ് ആൻസർ വരിക. ഓക്കെ, ഇത് ഓരോന്നും ഈ ഓരോ മോഡൽസും. ഓക്കെ, ആൻഡ് അത് ആര് ഡെവലപ്പ് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഇതാണ് ചോദ്യം. നമുക്ക് നോക്കാം ഓരോരുത്തരായിട്ട് എന്തത് പറയുന്നത്. ഫുൾ ഡീറ്റെയിൽസ് വേണ്ട, എന്താണ് അതെന്ന് പറയുന്ന ഒരു ഒറ്റ സെന്റൻസിൽ കീവേഡ്സ് മാത്രം പഠിച്ചു വെക്കാം. ബിയോണ്ട് ദാറ്റ് ആവശ്യമില്ല കേട്ടോ. ഇതാര് കൊണ്ടുവന്നു, എന്താണ് അതിൽ പറയുന്നത്, ഇത്ര പറഞ്ഞാൽ മതി. ആൻസൈറ്റി റിഡക്ഷൻ. ഓക്കെ, നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ആൻസൈറ്റി റിഡക്ഷൻ പേര് പോലെ തന്നെ ഇത് കൊണ്ടുവന്ന് റിൻ ആൻഡ് വാൽപ്പ് ആണ്. ഇതിൽ ആൻസൈറ്റി റിഡക്ഷൻ പേര് പോലെ തന്നെ ആൻസൈറ്റിയെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട 2 കീവേഡ്സ്, ഒന്ന് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷനും മറ്റൊന്ന് റെസിപ്രോക്കൽ ഇൻഹിബിഷനും. ഓക്കെ, ആൻസൈറ്റി റിഡക്ഷൻ, ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ഉണ്ടാകുന്ന ഒരു പ്രയാസം, അതാണ് ഈ ആൻസൈറ്റി ഉണ്ടാകുന്നത്. കൃത്യമായി പറഞ്ഞ എന്താ പറയാ, എനിവൺ സിമിലർ ആയിട്ടൊരു ഇംഗ്ലീഷ് വേർഡ് പറഞ്ഞേ, ആൻസൈറ്റി ഉണ്ടാവുക, ഉത്കണ്ഠ ഉണ്ടാകുക എന്നാണ് അർത്ഥം. ഓക്കെ, നമുക്ക് ഉണ്ടാകുന്ന ഒരു ഉത്കണ്ഠ, അതാണ് ആൻസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടെക്നിക്കാണ് ഇവർ പറയുന്നത്. പറയാം, ടെൻഷൻ എന്ന് പറയാം. യെസ്, നമ്മൾ നെർവസ് ആകാന്നൊക്കെ പറയും, റൈറ്റ്. ടെൻഷൻ, നെർവസ് ആകാന്നൊക്കെ പറയും. ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന അവസ്ഥ. എന്തിനാണ് ഇപ്പൊ ആൻസൈറ്റിയുടെ ആവശ്യം? പഠിക്കുമ്പോൾ കൂളായിട്ട് പഠിക്കുക. ഓക്കെ, അതിന്റെ ആൻസൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ഫീൽ ചെയ്യും, അതൊക്കെ നോർമലാണ്, അതൊക്കെ പ്രോസസ്സിന്റെ ഭാഗമാണ്. ഓക്കെ, കൂളായിട്ടിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആൻസൈറ്റി റിഡക്ഷൻ ഇവരുടെ ഈ ടെക്നിക്ക് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഇവർ ഈ ടെക്നിക്കിൽ പറയുന്നത്, പറയുന്നതെന്ന് വെച്ചാല് റെസിപ്രോക്കൽ ഇൻഹിബേഷൻ എന്ന പറഞ്ഞ പ്രിൻസിപ്പിൾ ആണ് വർക്ക് ചെയ്യുന്നത്. ആ പേരൊന്ന് പഠിച്ചു വെച്ചാൽ മതി, അതെന്താണ് വേർഡ് എന്നുള്ളത്. അതിൽ പറയുന്നത്, ഒരു മനുഷ്യന് ഒരേ സമയം ആങ്ഷ്യസും ആയിട്ടും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല, അല്ലെ? ഒരേ സമയം റിലാക്സ്ഡ് ആയിട്ടിരുന്ന ആരും ടെൻഷൻ അടിക്കില്ലല്ലോ. ഓക്കെ, അതാണ് അവർ പറയുന്ന ഐഡിയ. അതായത് ഇപ്പം ആൻസൈറ്റി കുറയ്ക്കാൻ ഇവർ പറയുന്നത്, ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അയാൾക്ക് ആൻസൈറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറെ ഇവന്റ്സിലൂടെ അയാളെ കടത്തിക്കൊണ്ട് പോവുക. ഇതൊരു സൈക്കോളജിക്കൽ മോഡലാണ്. കടത്തിക്കൊണ്ട് പോവുക, അങ്ങനെ പതിയെ എന്താണ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ആൻഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടാൽ പെട്ടെന്ന് ആൻസൈറ്റി ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്ന ഒരു ഐഡിയ. ഓക്കെ, അപ്പൊ നല്ല ഡീപ്പ് സ്റ്റേറ്റിലാണ്, അതിന്റെ ഡീപ്പ് സ്റ്റേറ്റ് ഭയങ്കര ഓവർ റിലാക്സ്ഡ് ആണ്. അപ്പൊ ബാക്കി അപ്പൊ എന്ത് വന്നാലും അതിനിപ്പോ എന്ത് എന്നുള്ളൊരു രീതിയായിരിക്കും. അങ്ങനെ അതിനോടുള്ള ഒരു സെൻസേഷൻ എങ്ങനെയാ, ആൻസൈറ്റിയുടെ സെൻസേഷൻ അങ്ങനെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് കുറയ്ക്കുക. ഓക്കെ, റെസിപ്രോക്കൽ ഇൻഹിബേഷൻ എന്നുള്ള ഐഡിയ അതാണ് അവർ പറയുന്നത്. അതിനകത്ത് ഒരേ സമയം ഒരാൾക്ക് ആൻഷ്യസ് ആയിട്ടും റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഓക്കെ, അതാണ് അവർ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ചുമ്മാ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കുക, ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? ഓക്കെ, ഞാൻ നെറ്റിനാണ് പഠിക്കുന്നത്, JRF കിട്ടണം. അല്ല, ഇപ്പൊ ഞാനിപ്പോ ടെൻഷൻ അടിക്കാൻ മാത്രം എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊന്ന് ആലോചിക്കുക. ഞാൻ പഠിച്ചാൽ തീരാൻ പ്രശ്നമല്ലേ ഉള്ളൂ, നിങ്ങൾ പഠിച്ചാൽ പോരെ. അങ്ങനെയൊക്കെ റിലാക്സ്ഡ് ആയിട്ടിരിക്കുമ്പോൾ ആലോചിക്കുക. ഓക്കെ, അപ്പൊ ഒരുപാടുണ്ട്, അതിനെന്താ ഒരുപാടുള്ളത്? ഞാൻ മുറിച്ച് വെച്ച് പഠിച്ചാൽ പോരെ, കുറച്ച് ദിവസം പഠിക്കണം, അപ്പൊ എവിടെയൊക്കെ എത്തും. അങ്ങനെ നിങ്ങൾ തന്നെ റിലാക്സ്ഡ് ആയിരിക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് അങ്ങനെ നല്ല നല്ല വാക്കുകൾ നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കുക. അപ്പൊ നിങ്ങളുടെ ആൻസൈറ്റി ഒക്കെ എന്ത് ചെയ്യാം, അപ്പൊ അതൊക്കെ അങ്ങ് നോക്കോളൂ. ഓക്കെ, എന്തായാലും നമ്മൾ തന്നെ പണിയെടുക്കണം, നമുക്ക് വേണ്ടി പണിയെടുക്കാൻ ആരും വരില്ല. ഓക്കെ, ഇതാണ് ആൻസൈറ്റി റിഡക്ഷൻ. എന്താണെന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ആര് കൊണ്ടുവന്നു എന്ന് പഠിക്കുക, ആ കീവേഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ് പറയുന്നത്. അതായത് ഉണ്ടാകുന്ന ആൻസൈറ്റി ഇല്ലാണ്ടാക്കുക, അത്രേ ഉള്ളൂ. അസേർട്ടീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആക്കുന്ന ഒരു ഐഡിയ ആണ്. അസേർട്ടീവ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടെ പോസിറ്റീവ് എന്നുള്ള ഐഡിയ ആണ്, അല്ലെ? പോസിറ്റീവ് എന്നുള്ള ഐഡിയ ആണ്. അസേർട്ടീവ് ട്രെയിനിങ് കൊണ്ടുവന്നത് വാൽപ്പ് ആൻഡ് ലസറസ് ആണ്. ഓക്കെ, ഇതിൽ ഈ റിഡക്ഷന്റെ വെച്ചിട്ട് റിന്നിന്റെ ഇങ്ങനെ ഓർത്തിരിക്കാം, റിൻ ആൻഡ് വാൽപ്പ് ആണ്, അങ്ങനെ ഓർത്തിരിക്കും, കുഴപ്പമില്ല. ദെൻ അസേർട്ടീവ് ട്രെയിനിങ് വാൽപ്പ് ആൻഡ് ലസറസ്. അസേർട്ടീവ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പോസിറ്റീവ് മീനിങ് ആണ്. ഓക്കെ, കുറച്ച് കോൺഫിഡന്റ് ആകുക. അതായത്
നമ്മളെ കൊണ്ട് നമുക്ക് കോൺഫിഡന്റ് ആക്കുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ എന്താണ് ആൾക്കാരെ കൂടുതൽ കോൺഫിഡന്റ് ആക്കി എടുക്കുക. വിച്ച് മീൻസ് ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ പേടിയുണ്ട്, ഇപ്പൊ നമുക്ക് പൊതുവെ സ്പീച്ച് പറയാനൊക്കെ പേടിയുണ്ട്, അല്ലെങ്കിൽ നാലാളെ അഡ്രസ് ചെയ്യാൻ പേടിയുണ്ട്. എന്ത് ചെയ്യുക? അപ്പം ഈ ഒരു ട്രെയിനിങ് രീതി പറയുന്നത് അവരെന്ത് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് എന്താണോ ഒരു പേടിയുള്ളത്, അവർക്ക് എന്താണ് പേടിയുള്ളത് അതിലോട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂസ്. ഇപ്പൊ നമുക്ക് സംസാരിക്കാൻ ഭയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ സംസാരിക്കുക. ഓക്കെ, നാലാളെ കുറെ വട്ടം കഴിയുമ്പോൾ എന്താണ് ഓട്ടോമാറ്റിക് നമുക്ക് കോൺഫിഡൻസ് ഫീൽ ചെയ്യും. ഓക്കെ, ഇതാണ് അസേർട്ടീവ് ട്രെയിനിങ്. ആ ഒരു പോസിറ്റീവ് ഐഡിയ ആണെന്ന് ഓർക്കുക. അസേർട്ടീവ് മീൻസ് പോസിറ്റീവ്, അങ്ങനെ ഓർത്തിരിക്കാം. ഓക്കെ, അത് കോൺഫിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ ഓർത്തിരിക്കുന്നത് ലസറസ്, ലസറസിനകത്തുനിന്ന് നമ്മളെടുക്കും ലേസി ആണ് ഉള്ള ഐഡിയ എടുക്കും. ഓക്കെ, ലേസി ആകരുത്. ഓക്കെ, ട്രെയിനിങ് നടത്തുമ്പോൾ ആകരുത് അല്ലെ, അത് മാറ്റാൻ, ആ ലേസി മാറ്റാൻ വേണ്ടിയിട്ടുള്ള രീതിയാണ് അസേർട്ടീവ്. ക്വസ്റ്റിനെ പോസിറ്റീവ് ആക്കുക. ലേസി ഒക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ഐഡിയ അല്ലേ. അങ്ങനെ ആ പേരൊന്ന് കണക്ട് ചെയ്ത് പഠിക്കാം. നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് ഇങ്ങനെയൊന്നും പഠിക്കാൻ കുഴപ്പമില്ല. അടുത്തത് ഡയറക്റ്റ് ട്രെയിനിങ്. ഡയറക്റ്റ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാ, കുറച്ച് സ്ട്രക്ചേർഡ് ആയിട്ട് ഫസ്റ്റ് ഈ പറഞ്ഞ കണക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, പിന്നെ നമ്മുടെ സ്ട്രാറ്റജീസും ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുക, പിന്നെ ഗൈഡ് ചെയ്യുക, ആൻഡ് എൻഡിൽ ഒരു ഇവാലുവേഷൻ ഒക്കെ നടത്തുക. ഓക്കെ, സ്ട്രക്ചേർഡ് ആകുക എന്ന് പറയുമ്പോൾ അതാണ്. ഓക്കെ, ഇതാണ് ഡയറക്റ്റ് ട്രെയിനിങ്ങിൽ പറയുന്നത്. ഓക്കെ, അത് ലംസലിൻ എന്ന് പറഞ്ഞ ആളാണ് കൊണ്ടുവന്നത്. ഇങ്ങനെ ഓക്കെ, ലംസലൈൻ. ഇനി ഞാൻ ഓർത്തിരിക്കുന്ന വേറെ രീതി എന്ന് പറഞ്ഞാൽ ലംസം. നമ്മൾ പഠിക്കുമ്പോൾ ലംസം ടാക്സ് എന്നൊക്കെ പഠിക്കുമ്പോൾ അത് ഒരുപാടുണ്ട്. ലംസം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ട് എന്നൊക്കെ ഇപ്പം ട്രെയിനിങ് അത് കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഡയറക്റ്റ് ട്രെയിനിങ് പറഞ്ഞുകൊണ്ട് ഒരുപാട് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഒരുപാട് പറയുന്ന ആള് ലംസം. ആ രീതിയാണ്. ഈവൻ നിങ്ങൾക്ക് കണവഴിക്ക് അത് പഠിച്ചു. ഓക്കെ, ഞാൻ മാറ്റാം. അപ്പോൾ ഡയറക്റ്റ് ട്രെയിനിങ് എന്നുള്ള ഉദ്ദേശമാണ് കുറച്ച് സ്ട്രക്ചേർഡ് ആണ് എന്നുള്ള ഐഡിയ ആണ് കേട്ടോ. സ്ട്രക്ചേർഡ്, അത് ഇനിഷ്യലി നമ്മൾ സിമുലേഷൻ പോലെ പറഞ്ഞ കണക്ക് ഈവൻ എന്താണ് ചെയ്യുന്നതെന്നൊരു എക്സ്പ്ലനേഷൻ, എന്താണ് കോണ്ടെക്സ്റ്റ് ഉണ്ടാവും. അതിന് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യും. ദെൻ പിന്നെ അതിനെ ഫോളോ ചെയ്ത് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും. എങ്കിലും ഇവാലുവേഷൻ ഉണ്ടാവും. അതാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെത്തേഡ്, ട്രെയിനിങ് മെത്തേഡ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനൽ ഈസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് ബൈ B.F. സ്കിന്നർ. B.F. സ്കിന്നർ ആണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. ഇത് നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഡയറക്റ്റ് ട്രെയിനിങ്ങിനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നതാണെന്ന്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആണ് പറയുന്നില്ലേ. ഇതുപോലെ തന്നെയുള്ള സംഭവം തന്നെയാണ് B.F. സ്കിന്നറും പറയുന്നത്. സിമിലർ ടു ഡയറക്റ്റ് ട്രെയിനിങ് ആണ്. ഓക്കെ, ഡയറക്റ്റ് ട്രെയിനിനോട് സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഇതിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഫിലിംസും മീഡിയാസിന്റെ ഒരു ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ടാവും. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ഓർത്താൽ മതി. പ്രോഗ്രാംസ് ഒക്കെ ഉപയോഗിക്കില്ലേ, പ്രോഗ്രാം, TV പ്രോഗ്രാമുകൾ, നമ്മൾ ഫോണിലൊക്കെ പ്രോഗ്രാം കാണില്ലേ. ഡയറക്റ്റ് ട്രെയിനിങ് എന്ന സംഭവം അതിന്റെ സ്റ്റെപ്സും കാര്യങ്ങളും ഏറെക്കുറെ അത് തന്നെയാന്ന് പറയുന്നത് അതൊക്കെ തന്നെ. പക്ഷെ എന്താണ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രോഗ്രാംസും വരും. വിച്ച് മീൻസ് മീഡിയയുടെ ഒരു കടന്നുവരവും കൂടി ഉണ്ട്. ഓക്കെ, അതായത് മെഷീൻസിന്റെ ഒക്കെ ഒരു പരിപാടി ഉണ്ടെന്ന് ഓർത്തോ, ലേണിംഗ് മെഷീൻസ്. ഓക്കെ, പുള്ളി അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറാൻഡ് കണ്ടീഷനിങ്. ഓക്കെ, ഓപ്പറാൻഡ് കണ്ടീഷനിങ് കീവേഡ് നോക്കിയിരുന്നാൽ മതി. ഓപ്പറാൻഡ് കണ്ടീഷനിങ് മീൻസ് പ്രോഗ്രാം ഓപ്പറേറ്റ് ചെയ്യുമല്ലോ. അപ്പം ഈ പ്രിൻസിപ്പിൾ ഇതിൻ്റെ ഓർത്തിരിക്കാം. പ്രോഗ്രാമിങ്ങിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടാവും. ഞാൻ കുറച്ച് കമ്പ്യൂട്ടർ റിലേറ്റ് ചെയ്താന്ന് പറഞ്ഞാൽ പ്രോഗ്രാംസ് ആകുമ്പോൾ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇത് ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു റിവാർഡ് തരും, നമ്മൾ മോശം ചെയ്താൽ നമുക്കൊരു പണിഷ്മെന്റ് തരും. ഇതാണ് ഈ ഓപ്പറാൻഡ് കണ്ടീഷനിങ്. നമ്മൾ നല്ല നല്ല രീതിയിൽ ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് കിട്ടും. നമ്മൾ താഴോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടാവും, പണിഷ്മെന്റുകൾ ഉണ്ടാവും. ഇതാണ് ഓപ്പറാൻഡ് കണ്ടീഷനിങ് എന്നുള്ളൊരു പ്രിൻസിപ്പിൾ പറയാം. ഓക്കെ, ആ കീവേഡ്സ് എന്താണ് അതുപോലെ പഠിച്ചു വെച്ചാൽ മതി. വേറെ അതിനപ്പുറത്തേക്ക് പഠിക്കാൻ നിൽക്കണ്ട. മേ ബി ഇതൊക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ട് ആര് കൊണ്ടുവന്നു, ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. ഓക്കെ, ദെൻ പിന്നെ ഇദ്ദേഹം തന്നെ B.F. സ്കിന്നർ ഡെവലപ്പ് ചെയ്തതാണ് ലീനിയർ മോഡൽ ഓഫ് PI മീൻസ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ. സെയിം സാധനം തന്നെ, ലീനിയർ മോഡൽ ഓഫ് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ദ കൺസെപ്റ്റ് ഓഫ് ടീച്ചിങ് മെഷീൻ. ഓക്കെ, മെഷീൻ, പ്രോഗ്രാം, ഇൻസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഇറ്റ് ഇസ് ബൈ B.F. സ്കിന്നർ. സ്കിൻ ഓപ്പറേഷൻ, നൈസ്. സ്കിൻ ഓപ്പറേഷൻ. ഓക്കെ, മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇത്രയും പറഞ്ഞതാണ്. നിങ്ങൾ ആ കീവേഡ്സ് മാത്രം പഠിച്ചാൽ വേറെ ചെയ്യുന്നില്ല. ഓക്കെയാണ്. ഐഡിയാസ് ഒക്കെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്, വായിച്ചോളൂ. അടുത്ത ക്വസ്റ്റ്യൻ.
Seventh question. Which of the following is one of the advantages of behavioral objective? Okay. Yes. Behavior objectives that determine teaching and learning in higher education. ഇതാണ് ചോദ്യം. ആൻസർ പറഞ്ഞോളൂ. ഓക്കെ. ഓക്കെ, നമുക്ക് നോക്കാം എങ്ങനെ ആൻസർ വരും എന്നൊന്ന് നോക്കാം. ആൻസർ എങ്ങനെ വരും എന്ന് നമുക്ക് നോക്കാം. ചോദ്യം എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദി അഡ്വാൻറ്റേജസ് ഓഫ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്. ഓക്കെ, ചോദ്യം ബിഹേവിയർ ഒബ്ജക്റ്റീവ് അഡ്വാൻറ്റേജിനെ പറ്റിയിട്ടാണ്. എന്തിന്റെ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല, പോട്ടെ. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാവുന്നത് എന്തായാലും ഒരു അഡ്വാൻറ്റേജ് ആണ് ചോദ്യം. വിച്ച് മീൻസ് പോസിറ്റീവായിട്ടുള്ള എന്തോ ആണ് ചോദ്യം നമ്മളോട് ഡിമാൻഡ് ചെയ്യുന്നത്. ആ ഒരു ഐഡിയ ഉണ്ട്. ആൻഡ് ഒരു കോണ്ടെക്സ്റ്റും തരുന്നുണ്ട്. ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ടീച്ചിങ് ആൻഡ് ലേണിംഗ് കോണ്ടെക്സ്റ്റും പറയുന്നുണ്ട്. ഇത് വെച്ചിട്ടായിരിക്കും ഞാൻ ഈ ക്വസ്റ്റിലേക്ക് റീഡ് ചെയ്യാം. ഓക്കെ, അറിയാവുന്നവർക്ക് ഡയറക്റ്റ്ലി ആൻസർ ഹിറ്റ് ചെയ്യാം, അല്ലാത്തവർക്ക് നമുക്ക് നോക്കാം എന്തെങ്കിലും വകുപ്പ് ഉണ്ടോ നോക്കാം കേട്ടോ. ഓൾവേസ് ഇതൊന്നും വർക്കാവില്ല എന്ന് ഞാൻ പറയില്ല കേട്ടോ. മീൻസ് വർക്കാകുമെന്ന് ഞാൻ പറയില്ല. മോസ്റ്റ് പ്രോബ്ലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഈ സംഭവം നന്നായിട്ട് വർക്കായിട്ടുണ്ട് എനിക്ക്, അതുകൊണ്ട് കേട്ടോ പറയാം. നോക്കാം. ദീസ് ആർ ടീച്ചർ സെന്റേർഡ്. ഓപ്ഷൻ വായിച്ചു. ഒരു നെഗറ്റീവ് മീനിങ് കൺവേ ചെയ്യുന്നില്ല. അഡ്വാൻറ്റേജ് ആണ് ചോദ്യം. ഒരു അഡ്വാൻറ്റേജ് ആയിട്ടൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ടോ ഞാനൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അത് ഹോൾഡ് ചെയ്യാണ്. എനിക്കൊരു നെഗറ്റീവ് മീനിങ് അതിനെ കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഞാൻ അത് ഹോൾഡ് ചെയ്യും. അടുത്ത ഓപ്ഷനിൽ പോവാ. ദീസ് മേക്ക് ലേണിംഗ് ഫോക്കസ്ഡ് ആൻഡ് അച്ചീവബിൾ. നൈസ്, നല്ലൊരു വായിക്കുമ്പോൾ തന്നെ നല്ല സ്ട്രോങ് ഓപ്ഷൻ ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. ദീസ് മേക്ക് ലേണിംഗ് ഫോക്കസ്ഡ്. അതെ, ടീച്ചിങ് ആൻഡ് ലേണിംഗ്, പഠിക്കുക. അതിൽ നിന്ന് നമ്മുടെ ലേണിംഗ് എന്താണ്? ഫോക്കസ്ഡ് ആൻഡ് അച്ചീവബിൾ. കൊള്ളാം അല്ലേ? ക്വസ്റ്റ്യൻ ആയിട്ട് നല്ല റിലേറ്റ് ആവുന്നുണ്ട്. അഡ്വാൻറ്റേജ് ആണ് ചോദ്യം. നൈസ്, മാച്ച് ആവുന്നുണ്ട്, കുഴപ്പമില്ല. അടുത്ത ഓപ്ഷൻ ഇനി ഹോൾഡ് ചെയ്യാണ്. അടുത്ത ഓപ്ഷനിൽ പോവാം. ദീസ് ഫോക്കസ് ടു നാരോലി ഓൺ മനുഷ്യ എന്ന് പറയുന്നു. ടു നാരോലി എന്നൊക്കെ പറയുമ്പോൾ തന്നെ എന്താണ്? അപ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് ഒരു നെഗറ്റീവ് മീനിങ് നമുക്ക് തരുന്നുണ്ട് അല്ലേ? ഒരു നെഗറ്റീവ് മീനിങ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് തരുന്നുണ്ട്. പിന്നെ അതിൽ കിടന്ന് കളിച്ചിട്ട് കാര്യമില്ല. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ സ്ട്രൈക്ക് ചെയ്യും. ബിക്കോസ് അത് വായിക്കുമ്പോഴേ ഒരു നെഗറ്റീവ് ഭയങ്കര നാരോ ആണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും? ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ സ്ട്രൈക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പോവില്ല. ഞാൻ അടുത്ത് നോക്കാം. ദീസ് ലിമിറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഫ്രം സ്പോണ്ടേനിയസ് അൺഇൻറ്റൻഡഡ് ഔട്ട്കംസ്. അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യുന്നു. ലിമിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരിക്കലും ഒരു അഡ്വാൻറ്റേജ് ആണെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഞാനും എഗെയിൻ ഐ ഫീൽ ഒരു നെഗറ്റീവ് സെൻസിലാണെന്ന് ഫീൽ ചെയ്യുന്നു. ഞാൻ ഓപ്ഷൻ സ്ട്രൈക്ക് ചെയ്യണം. പിന്നെ എൻ്റെ മിച്ചമുള്ളത് എയും ബിയും ആണ് അല്ലേ? എയും ബി ഉണ്ട്. ദീസ് ആർ ടീച്ചർ സെന്റേർഡ് ആൻഡ് ദീസ് മേക്ക് ലേണിംഗ് ഫോക്കസ്ഡ് ആൻഡ് അച്ചീവബിൾ. ഞാൻ നോക്കിയിട്ട് ഇനിയുള്ള എൻ്റെ കയ്യിലുള്ള ഒറ്റ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ഓപ്ഷനായിട്ട് മുന്നോട്ട് പോകാന്നുള്ള. സ്ട്രോങ് ഓപ്ഷൻ ഇതിൽ വായിക്കുമ്പോഴേക്കും മനസ്സിലാകുന്നുണ്ട്. ടീച്ചിങ് ആൻഡ് ലേണിംഗ്, പഠിപ്പിക്കുക. അപ്പം ലേണിംഗ് ആൻഡ് ഫോക്കസ് അച്ചീവബിൾ. എന്തുകൊണ്ട് ഞാൻ അവിടെ എന്നുള്ള ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചാൽ ടീച്ചർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ കാൻ ബി സൈഡ് അതൊരു അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റില്ല. ആൻഡ് ഫീൽസ് ലൈക്ക് കുറച്ച് നാരോ ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. ഒരു നാരോ മീനിങ് ആണ്. നല്ലൊരു മീനിങ് അല്ലെങ്കിൽ എനിക്ക് ഫുള്ളി അതിൽ നിന്നൊരു മീനിങ് കൺവേ ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് നാരോ അല്ലേ, എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട്. മീൻസ് ആസ് കമ്പയർഡ് ടു ബി എന്നുള്ള ഓപ്ഷൻ അത് അത്ര സ്ട്രോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഈവൻ ആണെങ്കിൽ കൂടിയും ടീച്ചർ സെന്റേർഡ് എന്നൊക്കെ അതിന്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ സാധ്യത. വേണമെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് വരാം അല്ലെ? അങ്ങനെ ഞാൻ എന്ത് ചെയ്യും? ആ ഒരു ഓപ്ഷനെ ഇവിടെ എലിമിനേറ്റ് ചെയ്തിട്ട് ബി എന്നുള്ള ഓപ്ഷനുമായിട്ട് മുന്നോട്ട് പോകും. ഓക്കെ, നമ്മുടെ ആൻസർ ബി ആണ്. ദീസ് മേക്ക് ലേണിംഗ് ഫോക്കസ്ഡ് ആൻഡ് അച്ചീവബിൾ. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്ന് നോക്കാം. ഓക്കെ, ഞാൻ ബി എന്നുള്ള ഓപ്ഷനാണ് എടുക്കുക. ഓക്കെ, ബിഹേവിയറൽ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നോക്കാം. എഗെയിൻ നിങ്ങൾ വേറെ ഒന്നും വായിക്കണ്ട, ബോൾഡ് ആയിട്ടുള്ള വേർഡ്സ് മാത്രം റീഡ് ചെയ്താൽ മതി. നമുക്കുള്ള ഗോൾസ് ആദ്യം അറിയേണ്ട ഒരു കാര്യം, ഈ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് എന്ന സാധനം ഇറ്റ് ഇസ് സംതിങ് ഒരു ടെക്നിക്ക് പോലെയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ പഠന രീതിയെ ഒന്ന് ഡിസൈൻ ചെയ്യുന്ന ഒരു രീതിയാണ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ പറയാം. ആൻഡ് മെയിൻലി ഇത് ലേണർ സെന്റേർഡ് ആണ്. അതായത് പഠിക്കുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് നോട്ട് എ ടീച്ചർ സെന്റേർഡ് അപ്രോച്ച്. അതുകൊണ്ട് തന്നെയാണ് ആ സ്റ്റേജിൽ അവിടെ തെറ്റുന്നത്. പക്ഷെ എനിക്കറിയില്ലല്ലോ അത് ലേണർ ആണോ ടീച്ചർ ആണോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അപ്രോച്ച് എടുത്തത്. ആക്ച്വലി ലേണർ സെന്റേർഡ് ആണ് ഇത് കേട്ടോ. ലേണർ സെന്റേർഡ് ആണ് ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ആൻഡ് ബിഹേവിയറൽ ഒബ്ജക്റ്റീവിൽ പറയാം
നമുക്ക് എന്തുള്ളത്, നമ്മൾ എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതാണ് നമ്മൾ ഗോൾസ് ആയിട്ട് ഫിക്സ് ചെയ്യുന്ന കാര്യം. ഓക്കെ, എന്ത് പഠിക്കണം, എന്തോരം പഠിക്കണം, എവിടെ വരെ പഠിക്കണം. ഓക്കെ, അതിന് എന്നുള്ള ക്ലിയർ മെഷറബിൾ ഗോൾസ്. ഓക്കെ, ഈ ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സിനകത്ത് നമ്മൾ പറയാം നമ്മുടെ ഗോൾസ് ഭയങ്കര ക്ലിയർ ആയിരിക്കും, വിച്ച് മീൻസ് എന്ത് ചെയ്യണം, എന്തായിരിക്കണം എന്നുള്ള ക്ലാരിറ്റി നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ ആൻഡ് ആ ഗോൾസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് ബിഹേവിയർ ഒബ്ജക്റ്റീവ് പറയുന്ന മെയിൻ ആയിട്ടുള്ള രണ്ട് കാര്യം. ഒന്ന്, അതിൽ ക്ലാരിറ്റി ഉണ്ട്, ക്ലിയർ ഗോൾസ് നമ്മുടെ ഉണ്ടാവും. മറ്റൊരു കാര്യം എന്താണ്, മെഷറബിൾ ആയിരിക്കും, നമ്മുടെ ഗോൾസ് മെഷറബിൾ ആയിരിക്കും. ഇതാണ് മെയിൻലി ബിഹേവിയറൽ ഒബ്ജക്റ്റീവ്സ് പറയാം. ഓക്കെ, ഒരു ഇതിൽ പറയുന്ന കാര്യം നമുക്കുള്ള ഒറ്റടി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പഠിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൽ നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നു, നമ്മൾ അതിന്റെ ടെക്നിക്സ് സെറ്റ് ചെയ്യുന്നു, നമ്മൾ അതിന്റെ പാർട്ട് ബൈ പാർട്ടായിട്ട് എന്ത് ചെയ്യുക, മുറിക്കുക, ഇറ്റ് മീൻസ് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ അതിലെ ഓരോ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതാണ് ഈ ലേണർ സെന്റേർഡ് അപ്രോച്ച് ആയിട്ടുള്ള ബിഹേവിയർ ഒബ്ജക്റ്റീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതെ ഒബ്ജക്റ്റീവ് അല്ലേ, അപ്പം മെയിൻലി അതെന്താണ്, ഒരു ഗോളിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ഗോൾ എങ്ങനെയുള്ളതായിരിക്കണം, ക്ലിയർ ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള ഗോൾ. ഓക്കെ, ആ കീവേഡ്സ് ഞാൻ പിന്നെ സ്ട്രെസ് ചെയ്യുന്നത് അതാണ് പറയുന്നത്. ഓക്കെ, ഈ ഗോൾസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും, ഇറ്റ് ഈസ് മെഷറബിൾ ആണ്. ഓക്കെ, ആ ഒബ്ജക്റ്റീവ് എന്താണ്, അതാണ് ഐഡിയ. ആൻഡ് ഇപ്പൊ പറഞ്ഞ പോലെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാൻ കാരണം അത് ടീച്ചർ സെന്റേർഡ് അല്ല, ലേണർ സെന്റേർഡ് ആണ് എന്നുള്ളതാണ് കാര്യം. ദെൻ ഫോക്കസ് ടു നാരോലി ഓൺ, നാരോലി എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഗോൾസ് ഉണ്ട്, നമ്മൾ പറയും അതിനെ ബ്രേക്ക് ഡൗൺ ആക്കും, പീസ് ആക്കും. ഓക്കെ, അങ്ങനെ ഓരോ ചങ്ക്സ് ആയിട്ട് മാറ്റുമ്പോൾ അതിൽ ഓരോന്നിനെയും കുറിച്ച് നമ്മൾ നന്നായിട്ട് എന്താണ് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കുറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സാധനം നമ്മുടെ പഠിക്കാനുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അതിനെങ്ങോട്ട് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് പാർട്ട് ബൈ പാർട്ടായിട്ട് പഠിക്കും. ഓക്കെ, നമ്മൾ നല്ല രീതി മനുഷ്യ എന്ന് പറഞ്ഞാൽ വളരെ സ്മോൾ പ്രിസൈസ് എന്നുള്ളൊരു അർത്ഥമാണ് വരിക. വളരെ സ്മോൾ ആയിട്ടുള്ളത്, വളരെ ചെറുത് എന്നുള്ള ഐഡിയ ആണ് വരുന്നത് കേട്ടോ. ആൻഡ് ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ഇവിടെ അവോയ്ഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ ആ സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാവും. ആൻഡ് ഈ ഒരു അപ്രോച്ചിൽ ലിമിറ്റ് ഓപ്പർച്യൂണിറ്റീസ് വെൻ സ്പോണ്ടേനിയസ് അൺഇൻറ്റൻഡഡ് ഔട്ട്കം. അൺഇൻറ്റൻഡഡ് ഔട്ട്കം എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അപ്പം അതിൻ്റെ ഒരു ഔട്ട്കം നമുക്ക് എന്തായിരിക്കുമെന്ന് അറിയാം. ഇവിടെ പറയുന്നു ഈ ഔട്ട്കംസ് അൺഇൻറ്റൻഡ്, നമ്മൾ ഉദ്ദേശിച്ച പോലെ വരുന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ കൂടി എന്താകുന്നുണ്ട്, ഈ ഒരു അപ്രോച്ചിൽ അതായത് ബിഹേവിയർ ഒബ്ജക്റ്റീവില് നമ്മുടെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ചെയ്യപ്പെടുന്നില്ല. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, നമ്മൾ ഉദ്ദേശിക്കാത്ത ഔട്ട്കംസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ പഠിച്ചു, അതൊരു അൺഇൻറ്റൻഡ് ഔട്ട്കം ആയില്ലേ. ഓക്കെ, സ്പോണ്ടേനിയസ് ആയിട്ട് എന്തും സംഭവിക്കാം, നോ മാറ്റർ. പക്ഷെ അതൊരിക്കലും നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യുന്നില്ല, ലിമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് അവിടെ റോങ് ആകുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ദിവസം പോവാം. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബ്ലൂംസ് CAP classification of educational objective, dash is an example of psychomotor domain. ഇതാണ് ചോദ്യം. ഓക്കെ, യെസ്, മാനിപ്പുലേഷൻ ആണ് ആൻസർ അല്ലേ? മാനിപ്പുലേഷൻ ആണ് ആൻസർ. സി ബ്ലൂംസ് ടാക്സോണമി, ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് കഴിഞ്ഞ വർഷമാണെങ്കിൽ പല ഷിഫ്റ്റുകളിലും ഈ ഭാഗത്ത് നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഏരിയ ആണ് കേട്ടോ ബ്ലൂംസ് ടാക്സോണമി. അത് അതുപോലെ തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അത് അതുപോലെ തന്നെ പഠിച്ചേക്കാം. അതുകൊണ്ട് മാത്രം ഞാൻ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല, കാരണം ഇത് നമ്മൾ പഠിക്കുന്നത് കാര്യമാണ്. ഡയറക്റ്റ്ലി നമ്മൾ പഠിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഒറ്റ വായനയിൽ കിട്ടണം എന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, സി മാനിപ്പുലേഷൻ ആണ് ഉത്തരം വരിക. ഇവിടെ പറയുന്നുണ്ടല്ലോ ബ്ലൂംസിന്റെ CAP ക്ലാസിഫിക്കേഷൻ. സി എന്താണ്, എ എന്താണ്, പി എന്താണ് എന്ന് പറഞ്ഞേ. സി എന്താണ്, എ എന്താണ്, പി എന്താണ്? ആദ്യം സി എന്താന്ന് പറ. സി എന്താണ്, സി കൊണ്ട് എന്താ ഉദ്ദേശിക്കുക? യെസ്, കോഗ്നിറ്റീവ്. യെസ്, കോഗ്നിറ്റീവ് ആണല്ലേ. യെസ്. എ എന്താണ്? അഫക്റ്റീവ്, റൈറ്റ്. ആൻഡ് പി ഫോർ സൈക്കോമോട്ടർ. യെസ്, അതിലെ സൈക്കോമോട്ടർ ഈ പി എന്നാണ് ചോദ്യം വന്നത് അല്ലേ. സൈക്കോമോട്ടർ ഡൊമൈനിൽ വരുന്ന ഈ പറയുന്നത് ഏതാണ് എന്നാണ് ചോദ്യം വന്നത്. ഓക്കെ,
നോക്കാം. 3 ഡൊമൈൻസ് ഏതൊക്കെയാണ്? കൊഗ്നിറ്റീവ്, അഫക്റ്റീവ് ആൻഡ് സൈക്കോമോട്ടർ. ഓർത്തിരിക്കുക, ദ കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ സംതിങ് റിലേറ്റഡ് ടു ബ്രെയിൻ. നമ്മുടെ ബ്രെയിൻ പണിയെടുക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ കൊഗ്നിറ്റീവ് എന്ന് പറയും. ലൈക്ക് മെന്റൽ സ്കിൽസ് പറയാം, മെമ്മറി. ഓക്കെ, നമ്മുടെ ബ്രെയിനിൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പരിപാടിയൊക്കെ നമുക്ക് എന്തെന്ന് പറയാം? കൊഗ്നിറ്റീവ് ആണെന്ന് പറയാം. മെമ്മറി, അതുപോലെ മെന്റൽ സ്കില്ലുകൾ ലൈക്ക് തിങ്കിങ്, നോയിങ്, പ്രോബ്ലം സോൾവിങ്, റീകോൾ. ഓക്കെ, ബ്രെയിൻ റിലേറ്റഡ് പ്രോഗ്രാംസ് നമ്മൾ പരിപാടികളെയാണ്, സ്കില്ലുകളെയാണ് നമ്മൾ കൊഗ്നിറ്റീവിന്റെ കീഴിൽ പറയപ്പെടും. ഓക്കെ, കൊഗ്നിറ്റീവിന്റെ കീഴിൽ പറയാം. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഫക്ഷൻ എന്ന് ഓർത്തിരുന്നോളൂ. മെയിൻലി ആറ്റിറ്റ്യൂഡ് ആണ് പറയാം, വിച്ച് മീൻസ് ഫീലിങ്സ്, ഇമോഷൻസ്, വാല്യൂസ്, അപ്രിസിയേഷൻ, മോട്ടിവേഷൻ. അഫക്റ്റീവ് ഫോർ അഫക്ഷൻ എന്ന് ഓർത്തിരുന്നോളൂ. ഓക്കെ, അതങ്ങനെ ഓർത്തിരിക്കാം. ആൻഡ് സൈക്കോമോട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ഫിസിക്കൽ ടാസ്കുകളാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഫിസിക്കൽ ടാസ്കുകൾ മീൻസ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും. മീൻസ് മൂവ്മെന്റ്, ഫിസിക്കൽ മൂവ്മെന്റ്, കോർഡിനേഷൻ, മോട്ടോർ സ്കില്ലുകൾ. ഇതാണ് എന്താണ്? സൈക്കോമോട്ടർ, ഫിസിക്കൽ ടാസ്കുകളാണ്. അപ്പൊ ഓർത്തിരിക്കുക, ഇത്രയെങ്കിലും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം. കോഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ ബ്രെയിൻ റിലേറ്റഡ് ആണ്, മീൻസ് മെമ്മറി, മെന്റൽ സ്കിൽസ് ഒക്കെ വരും. ഓക്കെ, അഫക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അഫക്ഷൻ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഫീലിങ്സ് ആണ്, ആറ്റിറ്റ്യൂഡുകളാണ് എന്നൊക്കെ ഓർമ്മ വരും. സൈക്കോമോട്ടറിൽ ഫിസിക്കൽ ടാസ്കുകളാണെന്ന് പഠിച്ചേക്കുക. ഫിസിക്കൽ ടാസ്കുകളാണ്, വിച്ച് മീൻസ് ഫിസിക്കൽ മൂവ്മെന്റ്, കോർഡിനേഷൻ, മോട്ടോർ സ്കിൽ. ഇതൊക്കെയാണ് മെയിൻലി ഇതിൽ വരിക. ഇതിൽ നമ്മളോട് ചോദിച്ചത് സൈക്കോമോട്ടർ ഡൊമൈനിലുള്ള കാര്യങ്ങളാണ് അല്ലേ? അതിലുള്ള സ്കില്ലുകളാണ് ചോദിച്ചത്. ഓക്കെ, സൈക്കോമോട്ടർ ഡൊമൈനിൽ നമുക്ക് ഡേവ്സ് മോഡൽ എന്നും പറയാം. ഓക്കെ, പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഡേവ്സ് മോഡൽ. നിങ്ങൾ സൈക്കോമോട്ടർ പഠിച്ചു, ഡേവ്സ് മോഡൽ കേൾക്കുമ്പോൾ എനിക്ക് അറിയില്ല എന്ന് പറയില്ല. ഇതിന് നമുക്ക് അങ്ങനെ പറയാം, ഡേവ്സ് മോഡൽ എന്നും പറയാം. ഓക്കെ, ഇത് ഇനി പഠിച്ചു വെക്കാം. ഇതിന് ഞാൻ എക്സാമ്പിൾസ് ഇട്ടിട്ടുണ്ട്. ഈ ലാസ്റ്റ് കോളം നോക്കിയില്ലെങ്കിലും ചെയ്യുന്നില്ല. ഇമിറ്റേഷൻ സൈക്കോമോട്ടർ ഡൊമൈനിൽ വരുന്ന ഒരു കാര്യങ്ങളാണ്. ഇമിറ്റേഷൻ, ഇമിറ്റേറ്റ് ചെയ്യാന്ന് എന്താ? കോപ്പി ചെയ്യുക അല്ലെ? ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ള ചെയ്യുക. ഒരു കാര്യം ചെയ്ത പോലെ തന്നെ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുക. ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയും ഇമിറ്റേഷൻ. റൈറ്റ്? ഇതാണോ? ഓക്കെ ആണോ? യെസ്, നിങ്ങളുടെ ആപ്പിൾ കിട്ടുമല്ലോ. ആപ്പിൾ കിട്ടും കേട്ടോ, ആപ്പിൾ ഉണ്ടാവും. ഓക്കെ, ഇമിറ്റേഷൻ ഇത് നമ്മുടെ നോട്ട് തന്നെയാണ് കേട്ടോ, ഞാൻ ഇങ്ങനെ ആക്കിയില്ല. ഇമിറ്റേഷൻ ആൻഡ് മാനിപ്പുലേഷൻ. മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മണിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എടാ നമ്മൾ തന്നെ ഒരു കാര്യത്തെ എന്ത് ചെയ്യുക, നമ്മൾ തന്നെ അതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. റിലേറ്റഡ് ടു ആപ്ലിക്കേഷൻ, ഏതൊരു ആപ്ലിക്കേഷൻ എന്ന് പറയാം. അതായത് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് നമ്മൾ തന്നെ ചെയ്യുന്നു, നമ്മൾ തന്നെ അതിനെ എന്ത് ചെയ്യുക, പ്രാക്ടിക്കൽ ആക്കുക. ഇതിനെയാണ് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് അല്ലേ? അതിനെയാണ് മാനിപ്പുലേറ്റ്. അതായത് ഞാൻ പറഞ്ഞ കാര്യം, ആപ്ലിക്കേഷൻ നമ്മുടെ ഓപ്ഷനിൽ എത്തിങ് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. കൺഫ്യൂസ്ഡ് ആവരുത്, ഇത് കാണാൻ പഠിച്ച സീനില്ല. ഇവൻ ആപ്ലിക്കേഷനും മാനിപ്പുലേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. മാനിപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബേസ്ഡ് ഓൺ സംതിങ് നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്, നമ്മൾ തന്നെ ഒരു ഫോളോസ് നമ്മൾ തന്നെ അതിനെ പ്രാക്ടിക്കലാക്കുകയാണ്. നമ്മൾ തന്നെ ചെയ്യുന്നതാണ് മാനിപ്പുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ. ഇപ്പൊ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്യാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തരാണ്, ഞാൻ നിങ്ങളോട് കുറെ ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞു തരാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, അതുപോലെ നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, അതിനെ വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന്റെ മാനിപ്പുലേഷൻ എന്ന് പറയാം. ഓക്കെ, ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് ഏത് സെൻസിലും പറയാം. ഒരു തിയറിയുടെ ആപ്ലിക്കേഷൻ ഇന്നതാണെന്നൊക്കെ പറയാം. നമ്മൾ തന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നാ പറയാം. ഓക്കെ, ആപ്ലിക്കേഷൻ നമ്മൾ തന്നെയാണെന്ന് ഞാൻ നിർബന്ധമില്ലല്ലോ. നമുക്ക് തിയറി ഉണ്ടെങ്കിൽ അതിന് ഇന്നൊരു റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മൾ പറയില്ലേ. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് മാനിപ്പുലേഷൻ, അതാണ് ഒരു അർത്ഥം വരിക കേട്ടോ. നമ്മൾ തന്നെയാണ് ഇവിടെ ഫിസിക്കൽ സ്കിൽസ് ആണല്ലോ പറയാം. അപ്പൊ നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു രീതി, അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. മാനിപ്പുലേഷൻ. പ്രിസിഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ആക്യുറേറ്റ് ആയിരിക്കണം, വിച്ച് മീൻസ് എറർ ഫ്രീ ആയിരിക്കും. എന്നുള്ള ഐഡിയ ആണ്. ആർട്ടിക്കുലേഷൻ മീൻസ് നമ്മൾ പഠിച്ച സ്കില്ലുകളും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്നിച്ചൊന്ന് കോർഡിനേറ്റ് ചെയ്യുക, എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവരിക. ആൻഡ് നാച്ചുറലൈസേഷൻ മീൻസ് കുറെ വട്ടം ചെയ്യുമ്പോൾ അതൊരു നാച്ചുറൽ പ്രോസസ് ആണെന്ന് പറയില്ലേ. ഒരു കാര്യം നമ്മൾ തന്നെയും പിന്നെയും റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഹാബിറ്റ് ആയിട്ട് മാറും എന്ന് പറയുന്ന പോലെയാണ് നാച്ചുറലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇമിറ്റേഷൻ, ഉദാഹരണം പറയണേ. ഇമിറ്റേഷൻ ഒക്കെ ഒന്നും അറിയില്ല, ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. ഇമിറ്റേഷൻ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഇതിനെ ഇങ്ങനെ ചെയ്യണം. ഇപ്പൊ ഞാൻ പറയാം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ അപ്രോച്ച് ചെയ്യണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു അത് തന്നെ നിങ്ങൾ ആദ്യം ചെയ്യുന്നു. ഇത് ഇമിറ്റേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഞാൻ ഇതൊരു കാര്യത്തെ എഴുതി കാണിക്കും, നിങ്ങൾ അതുപോലെ തന്നെ എഴുതുന്നു. ഇത് ഇമിറ്റേഷൻ ആണെന്ന് പറയാം. ആൻഡ് മാനിപ്പുലേഷൻ വരുമ്പോൾ ഇപ്പൊ ഞാൻ ഒന്നും ചെയ്ത് കാണിക്കുന്നില്ല, ബട്ട് ഞാൻ നിങ്ങളോട് പറയാം എടാ അത് ഇങ്ങനെ വരുമ്പോൾ
ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കുറെ ഇൻസ്ട്രക്ഷൻ നിങ്ങൾക്ക് തരാം. ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആ ടോപ്പിക്കിന് ഇത് പഠിക്കണം, അത് പഠിക്കണം, ഇങ്ങനെ പഠിക്കരുത്, അങ്ങനെ ചെയ്യണം എന്നൊക്കെ കുറെ ഇൻസ്ട്രക്ഷൻ തരാം. നിങ്ങൾ അതുപോലെ അങ്ങനെ ചെയ്യുക. അപ്പൊ മാനിപ്പുലേഷനായി. ഓക്കെ, എന്നാൽ നിങ്ങൾ ഇതിനെ പ്രാക്ടീസ് എടുക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എന്ത് ചെയ്യാണ്, നമ്മളൊരു പ്രിസിഷനിലേക്ക് എത്താൻ വേണ്ടി, അതായത് പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ നമ്മൾ ആൻസറിങ് വരുന്നുണ്ട്. ഇനിഷ്യലി നമ്മൾ ചെയ്യുമ്പോൾ എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ ബൈ ദ വഴി നമ്മളിങ്ങനെ വരുന്ന വഴി എറർ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, തെറ്റുകൾ കൂടാതെ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഇതാണ് കുറച്ചും കൂടെ പ്രിസൈസ് ആകുക, പ്രിസിഷൻ ആകുക, ആക്യുറേറ്റ് ആകുന്നൊക്കെ പറയാം. ഓക്കെ, നമ്മളത് പ്രാക്ടീസ് ചെയ്തു. ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മൾ ഇതുവരെ എന്തെല്ലാം പഠിച്ചോ അതിനെല്ലാം നമ്മൾ ഒന്നിച്ച് എന്ത് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക. എന്തെല്ലാം സ്കില്ലുകൾ പഠിച്ചു, എന്തെല്ലാം തിയറികൾ പഠിച്ചു, അതിനെല്ലാം ഒന്നിച്ച് നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്യുക. നാച്ചുറലൈസേഷൻ നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഇതൊരു ഹാബിറ്റ് ആണ്. ഡെയിലി എന്ത് ചെയ്യാം, നമ്മൾ ഡെയിലി PYQ ടെസ്റ്റ് എടുക്കുന്നുണ്ട്. ഡെയിലി PYQ ടെസ്റ്റ് എടുക്കുക. നമ്മുടെ ഹാബിറ്റായി മാറി. ഓക്കെ, ഡിസ്കഷനിലിരിക്കുക, അത് നമ്മുടെ ഒരു ഹാബിറ്റായി മാറി. അതൊരു നാച്ചുറലൈസേഷൻ ആണ്. ഓക്കെ, അങ്ങനെ ആ സ്റ്റെപ്പുകളൊക്കെ സ്റ്റേജസ് ഒന്ന് ഓർത്ത് വെക്കുക. ബാക്കിയുള്ളതിൻ്റെയും സ്റ്റേജസ് ഉണ്ട്, ഞാൻ ഇന്നത്തെ ആഡ് ചെയ്തിട്ടില്ല, അത് നമ്മുടെ നോട്ടിലുണ്ട്. സോ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, പഠിച്ചു വെക്കാം കേട്ടോ. ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബ്ലൂംസ് ടാക്സോണമി പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് ഷുവർ ആണ്. കാരണം മോസ്റ്റ് പ്രോബബ്ലി റിപ്പീറ്റഡ് ആയിട്ട് ഇതിന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ ആണോ? ഓക്കെ, നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിൽക്കടാ. ഇതല്ലേ? ഓക്കെ ആണോ? മാറ്റട്ടെ. ഓക്കെ, ആൻസർ പ്ലീസ്. ആൻസേഴ്സ് പറയട്ടെ. ഓക്കെ, നമുക്ക് ആൻസർ സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മൂക്കിനെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നല്ല, നല്ല കണ്ടന്റ് ഫാക്റ്റുകളൊക്കെ നിറച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ വെറുതെ കളയാൻ കഴിയില്ല. കാരണം നമ്മുടെ 2 മാർക്ക് നമുക്ക് വേണം ആണല്ലോ. ഓക്കെ, എങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ഒരു അറ്റംപ്റ്റ് നോക്കുക. നമുക്ക് രക്ഷയില്ല എന്നുണ്ടെങ്കിൽ കറക്കി കുത്തിയിട്ട് പോകാനേ പറ്റുള്ളൂ. ബട്ട് നമുക്ക് എല്ലാ കേസിലും കറക്കി കുത്തലല്ല, ഒരു ആക്യുറസി എല്ലാ കാര്യത്തിലും വേണം. റൈറ്റ്, നമുക്ക് നോക്കാം ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇത് എങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇത് വായിക്കും. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു. ബ്ലാക്ക് ബോർഡ് വാസ് ഫോംഡ് ഇൻ 1999 ആൻഡ് ബിക്കം എ പബ്ലിക് കമ്പനി ഇൻ 2004. അപ്പം എനിക്ക് വലിയ ധാരണയില്ല കേട്ടോ ഈ ഓപ്ഷൻസ് ഒന്നും. എങ്കിലും ഞാൻ നോക്കും. മൂക്ക് കറക്റ്റ് ഓപ്ഷനാണ് ചോദിച്ചിരുന്നത്. ബ്ലാക്ക് ബോർഡ് വാസ് ഫോംഡ് ഇൻ, അപ്പോൾ ബ്ലാക്ക് ബോർഡ് കേട്ടപ്പോഴും മനസ്സിലായി എന്തോ ഒരു പ്ലാറ്റ്ഫോം വല്ലതും ആയിരിക്കും. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, പബ്ലിക് കമ്പനിയാന്ന് പറയുന്നുണ്ട്. അപ്പം പക്ഷെ ഞാൻ എന്നിട്ടൊന്ന് റീകളക്ട് ചെയ്ത് നോക്കും. ഞാൻ മൂക്ക് പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു വേർഡ് ഞാൻ എവിടെയും കേട്ടിട്ടില്ല, എന്റെ പേര് ഞാൻ കേട്ടിട്ടില്ല. ഒരു പക്ഷേ മൂക്കില് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാവും. എന്നാൽ അത്ര എന്തെങ്കിലും നമുക്ക് കേൾക്കാത്തൊരു കാര്യം ചോദ്യത്തിൽ വരേണ്ട ആവശ്യമില്ല. ഞാൻ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് കാര്യമൊന്നുമില്ല. മേ ബി എനിക്കതത്ര ഞാൻ കേട്ടിട്ടില്ല, ഞാൻ പഠിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈവൻ ഞാൻ വായിച്ചിട്ടെങ്കിലും ഉണ്ടാവും. സോ അതുകൊണ്ട് ഞാൻ ഒരിക്കലും കേൾക്കാത്തതിന്റെ പേരിൽ ഞാൻ A എന്നുള്ള ഓപ്ഷൻ എടുക്കാൻ റെഡി ആവില്ല. ആൻഡ് ഞാൻ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ A എന്നുള്ള ഓപ്ഷൻ എന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, നൈസ് അതിനെ പോയി കട്ട് ചെയ്തേ ഉള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ മൂക്ക് പഠിച്ചപ്പോൾ എവിടെയും ബ്ലാക്ക് ബോർഡ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പറ്റി പഠിച്ചില്ല. മെയിൻലി അത്രയും വലിയ പഠിച്ചിട്ടുണ്ട് ആയിരുന്നെങ്കിൽ ഒരു പബ്ലിക് കമ്പനിയാന്നൊക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ അറിഞ്ഞേനെ. റൈറ്റ്, നമ്മൾ പഠിച്ചപ്പോൾ അവിടെ ക്ലാസ്സിൽ ആരും പറഞ്ഞൊന്നും കേട്ടൊന്നുമില്ല. സോ ഇറ്റ് വോണ്ട് ബി വരില്ല എന്നുള്ളത് ഞാൻ അങ്ങനെ അങ്ങ് ഉറപ്പിക്കും. ഞാൻ അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേജ് ഞാൻ വായിക്കും. കണക്ടിവിസം ആൻഡ് കണക്റ്റഡ് നോളജ് വാസ് ഫസ്റ്റ് കോഴ്സ് ടു ബി കോൾഡ് മൂക്ക്. ആദ്യമായിട്ട് കണക്ടിവിസം ആൻഡ് കണക്റ്റഡ് നോളജ് എന്ന കോഴ്സിനെയാണ് മൂക്ക് എന്ന് വിളിച്ചത്. സ്റ്റേറ്റ്മെന്റ് പ്രത്യക്ഷത്തിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, മേ ബി അതൊരു ഫാക്റ്റ് ആയിരിക്കും, ഞാൻ അങ്ങനെ എടുക്കുള്ളൂ. ഫാക്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ കേട്ടിട്ടുണ്ടാവില്ല, ബട്ട് അങ്ങനെ ഒരു കോഴ്സിനെ വിളിച്ചുകൂടെ എന്ന് ഞാൻ ചിന്തിക്കുള്ളൂ. ഓക്കെ, ഞാൻ ഇത് ഹോൾഡ് ചെയ്യും. പിന്നെ ഓപ്ഷനിൽ നോക്കുമ്പോൾ B എല്ലാ ഓപ്ഷനിലുണ്ട്. അപ്പൊ B എന്തായാലും അവിടെ കറക്റ്റ് ആയിരിക്കും.
വാക്കായിട്ടും രക്ഷപ്പെട്ടു, അതിനെപ്പറ്റി ആലോചിക്കണ്ട അല്ലേ, അതിനെപ്പറ്റി എന്താണ് തലവഞ്ഞായിരിക്കണ്ട. എ കട്ട് ചെയ്ത് ബാക്കി എല്ലാത്തിലും ബി ഉണ്ട്. ഫൈനാണ്. സ്റ്റീഫൻ ഡൗൺസ് കോയിൻ ദ ടേം എക്സ് മൂക്ക് ഇൻ 2012. ഓക്കെ, അത് കുറച്ച് ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റാണ്. ഓക്കെ, ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ബട്ട് അത് ഞാൻ കട്ട് ചെയ്യാൻ അത്ര റെഡി ആവില്ല. കാരണം അത് അല്ലെങ്കിൽ പിന്നെ ആരായിരിക്കും എന്നുള്ള ഉത്തരം പറയാൻ എനിക്ക് ഉണ്ടാവണം. ഇതല്ലേ പിന്നെ ആരായിരിക്കും എനിക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും, പോസിറ്റീവ് അപ്രോച്ചാണ് ഞാൻ അവിടെ എടുക്കുക. ഞാൻ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ട് എന്നങ്ങ് എടുക്കും. ഓക്കെ, ഉണ്ട് എന്നങ്ങ് എടുക്കും. ഞാൻ അതേ ചെയ്യുള്ളൂ, കാരണം എനിക്കറിയില്ലല്ലോ. അതല്ലെങ്കിൽ ആരെന്ന് പറയാൻ എനിക്കറിയില്ല. മേ ബി അയാളായിരിക്കും. അടുത്ത ഓപ്ഷൻ ചെക്ക് ചെയ്യും. ഫ്യൂച്ചർ ലേൺ വാസ് ഫോംഡ് ബൈ UK ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇൻ ഡിസംബർ 2012. എഗെയിൻ അതും ഒരു ഫാക്റ്റ് ആയിട്ടാണ് അതും പറയുന്നത്. ഇതല്ല എന്ന് പറയാനും എൻ്റെ ഒന്നും കാര്യമായിട്ടൊന്നുമില്ല. ഫ്യൂച്ചർ ലേൺ, യെസ്, ഫ്യൂച്ചർ ലേൺ എന്ന ബുക്കിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വാസ് ഫോംഡ് ബൈ UK ആയിരിക്കും, ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസംബർ 2012. ഓക്കെ, അതും ഒരു ഫാക്റ്റ് ആണ്. അതായത് നോക്കുകയാണെങ്കിൽ ഡി എല്ലാ ഓപ്ഷനിലും ഉണ്ട് അല്ലേ. അപ്പൊ ഡി എന്തായാലും ശരിയാണ്. ഡി എന്തായാലും ശരിയാണ്. പിന്നെ എനിക്ക് സംശയം സി ഉണ്ട്, പക്ഷെ ഞാൻ അതിനെ കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇ എന്നുള്ള ഓപ്ഷൻ ഞാൻ വായിക്കും. ഓപ്പൺ ടു സ്റ്റഡി വാസ് ഫോംഡ് ബൈ ഓപ്പൺ യൂണിവേഴ്സിറ്റി USA in 2013. അതായത് പിന്നെ ഞാൻ നോക്കുന്ന കാര്യം, ഡി എന്നൊരു സ്റ്റേറ്റ്മെന്റിനെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത് തന്നെയാണ് ഇ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. പൊതുവെ NTA ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് നന്നായിട്ട് NTA ക്വസ്റ്റ്യൻസ് കണ്ടുപരിചയമുള്ള നമുക്ക് ഈ NTA സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ അവർ രീതി ഫോളോ ചെയ്യാറുണ്ട്. ഒരുപോലെ, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിൽ ഒരുപോലെ വരുമ്പോൾ ഒരുപോലെ രണ്ട് സ്റ്റേറ്റ്മെന്റ് തരും, അതിൽ ഏതെങ്കിലും ഒന്നേ ശരിയാവാറുള്ളൂ. ഓക്കെ, എനിക്കറിയില്ല കണ്ടേ, പക്ഷെ നമ്മുടെ NT അങ്ങനെ ഒരു പരിപാടി കാണിക്കാറുണ്ട്. ഒരേ കോലത്തിൽ രണ്ട് സ്റ്റേറ്റ്മെന്റ് തരും, പക്ഷെ അത് ഒന്നേ ശരിയാവാറുള്ളൂ. അത് വെച്ച് നോക്കുമ്പോൾ ഡി എന്തായാലും എല്ലാ ഓപ്ഷനിലും ഉണ്ട്. അപ്പൊ ഞാൻ അത് വരില്ല, മേ ബി നമ്മൾ തെറ്റിക്കാൻ ഇട്ടതായിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിക്കുള്ളൂ, കാരണം ഇന്ത്യയുടെ ക്വസ്റ്റ്യൻസ് കണ്ടുള്ളൊരു പരിചയമാണ് എനിക്ക്. ഓക്കെ, പിന്നെ ഇപ്പം ഇ എന്നുള്ള ഓപ്ഷൻ ഞാൻ ഡ്രോപ്പ് ചെയ്തു. ഞാനത് ധൈര്യം കാണിക്കുന്നത് കാരണം ഇന്ത്യയാണ് അഗൈൻ ക്വസ്റ്റ്യൻ ഇടുന്നത് അല്ലേ, മേ ബി തെറ്റിക്കാനായിരിക്കും. ഇത് ഓപ്ഷൻ രണ്ട് ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അതും കട്ട് ചെയ്യും. ആൻഡ് മേ ബി അപ്പം എന്തായാലും സി വരാനുള്ള സാധ്യതയുണ്ട്. ഈ പോകുമ്പോൾ പിന്നെ മിച്ചം വരുന്ന ഓപ്ഷൻ സി ആണ്. ആൻസർ സി. ഞാൻ ഇങ്ങനെ ആയിരിക്കും ഒരു ഓപ്ഷൻ അപ്രോച്ച് ചെയ്യുക. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ട് സി എടുത്തു? മേ ബി അതല്ലെങ്കിൽ ആരെന്ന് പറയുന്ന ഓപ്ഷൻ എനിക്കില്ല. മേ ബി അത് കറക്റ്റ് ആയിരിക്കും. വായിച്ചിട്ട് നല്ല രീതിയിൽ ഫാക്റ്റ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഈ എന്നുള്ള ഓപ്ഷൻ ഞാൻ ധൈര്യമായിട്ട് കട്ട് ചെയ്തതിന്റെ കാര്യം, ഇന്ത്യയുടെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത ഒരാൾക്കറിയാം, ഇന്ത്യ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് കൊടുത്താൽ സിമിലർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നാൽ അത് ഏതെങ്കിലും ഒന്നൊക്കെ ശരിയാവാറുള്ളൂ. രണ്ടും ഒരേപോലെ ശരിയാകുന്ന ഒരു അപ്രോച്ച് ഇന്ത്യ തരാറില്ല. ഓക്കെ, പൊതുവെ ഞാൻ ഇന്ത്യ ക്വസ്റ്റ്യൻസിൽ കണ്ടിട്ടില്ല. എൻ്റെ ഒരു പ്രാക്ടീസിന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ എങ്ങനെ ആ ഒരു ഓപ്ഷൻ എടുക്കുള്ളൂ, അതിന് ഈ എന്നുള്ള ഓപ്ഷൻ ഞാൻ കട്ടി. ഓക്കെ, അങ്ങനെ ഞാൻ സി എന്ന ഓപ്ഷൻ ഉത്തരമായിട്ട് എടുക്കും. ഓക്കെ, മനസ്സിലായോ? എന്റെ ആൻസർ നോക്കാം, സി ആയിരിക്കും ആൻസർ. ഓക്കെ ആണോ? ഇവരാരൊക്കെയാണോ നമുക്ക് നോക്കാം. ഇത് ഓക്കെ ആണോ? ഞാൻ പറയണ പോലെ മനസ്സിലായോ? ഓക്കെ ഓക്കെ, മേ ബി ഇതിലും നല്ല രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ, അറിയാത്ത ക്വസ്റ്റ്യൻസിനൊക്കെ എന്താണ് ടാക്കിൾ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും. ഓക്കെ, എനിക്ക് നല്ല ഉറപ്പുണ്ട് നിങ്ങൾ ഇതിൽ നന്നായിട്ട് സ്മാർട്ടായിട്ട് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുള്ള കാര്യം. നന്നായിട്ട് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് അത് ധൈര്യത്തിലാണ് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുമ്പോൾ എനിക്ക് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. കുറെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് തന്നെ വേണം പ്രാക്ടീസ് ചെയ്താൽ NTA എങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യുന്നത്, അവർ ഫാക്റ്റുകൾ ഏത് രീതിയിലാണ് ഉപയോഗിക്കുന്നത്, മാറ്റാമെങ്കിൽ എന്ത് രീതിയിൽ, ഇപ്പൊ വർഷമാണോ മാറ്റി ചോദിക്കുക, പേരാണോ മാറ്റി ചോദിക്കുക. ഓക്കെ, ആ രീതി അത് നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, സോ കീപ്പ് ഓൺ പ്രാക്ടീസിങ്. നമ്മൾ നന്നായിട്ട് എന്ത് ചെയ്താൽ പ്രാക്ടീസ് ചെയ്താൽ മതി. ഇപ്പം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടന്റ് വേണ്ട എന്ന് ഞാൻ പറയില്ല, ബട്ട് ഇനിഷ്യലി നിങ്ങളൊരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ആ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ സെക്ടറിന്റെ ഒരു ഐഡിയ, ക്വസ്റ്റ്യൻസ് എന്തിനായിരിക്കും അയാൾ ആ ഒരു ഓപ്ഷൻ അവിടെ ഇട്ടിട്ടുണ്ടാവുക. എല്ലാം കയറിയിട്ട് ഇതെന്നെ തെറ്റിക്കാനില്ല എന്നെ തെറ്റിക്കാൻ, അങ്ങനെ ഒരു കള്ളനെ പോലെ എല്ലാ സ്റ്റേറ്റ്മെന്റ് നോക്കരുത്. ഓക്കെ, സ്ട്രോങ് ഓപ്ഷൻസ് നോക്കണം. അപ്പം നമുക്ക് വാലിഡേറ്റ് ചെയ്യാനുള്ള പോയിന്റ്സ് നമ്മളിൽ ഉണ്ടാകും. ഒന്നില്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരാണ് അല്ലേ, പിന്നെ ബാക്കിയൊക്കെ എന്താ കുറച്ച് റിസ്ക് എടുക്കാനും പഠിക്കണം. ഓക്കെ, എന്നാൽ നമ്മൾ എടുക്കുന്ന എഫേർട്ടൊന്നും
ഒന്നും അല്ലാണ്ടാവില്ല. നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ശരിയാവോ, വർക്കാവോ, ജസ്റ്റ് പ്രാക്ടീസ്. ആകുമോ എന്ന് സംശയമുള്ളവർ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് എടുക്കുക, പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഇത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. എന്നെ കൊണ്ട് കുറെയൊക്കെ പറ്റും. ഓക്കെ ഓക്കെ നോക്കാം. ഇതാണ് അതിന്റെ ആൻസേഴ്സ് വരിക. കണക്ടിവിസം ആൻഡ് കണക്റ്റഡ് നോളജ് ഇനിയാണ് ആദ്യമായിട്ട് മൂക്കെന്ന് വിളിക്കുക. മൂക്കിന്റെ ഫുൾ ഫോം എന്താടാ? സ്റ്റീഫൻ ഡോൺസ് ആണ് എക്സ് മൂക്ക് എന്ന് പറഞ്ഞിട്ട് ടേം കോയിൻ ചെയ്യുന്നത്. ഫ്യൂച്ചറിലാണെന്ന് പറയുന്നത് UK ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസംബർ 2012 കൊണ്ടുവന്നതാണ്. ഓക്കെ, ഇവിടെ ഈ ബ്ലാക്ക് ബോർഡ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റിയെന്ന് ചോദിച്ചാൽ, ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് മാസി ഓപ്പൺ ഓൺലൈൻ കോഴ്സ്. യെസ്, ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു മൂക്ക് പ്ലാറ്റ്ഫോം അല്ല കേട്ടോ, മൂക്ക് അല്ല, മറിച്ച് ഒരു LMS പ്ലാറ്റ്ഫോം ആണ്. LMS മീൻസ് ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം, റൈറ്റ്? ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, LMS മീൻസ് LMS ലേണിംഗ് മാനേജ്മെന്റ്, എല്ലാ സ്പെല്ലിംഗ് ഉണ്ട്, മാനേജ്മെന്റ് സിസ്റ്റം. ഓക്കെ, LMS ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം. ഈ ഒരു ലേണിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമ്മുടെ പഠിക്കുന്ന രീതികളെ, അതായത് നമ്മുടെ എഡ്യൂക്കേഷനെ ഫുള്ളി റെക്കോർഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്, ട്രാക്ക് ചെയ്യുന്ന ഒരു പരിപാടി. അതായത് ഇതിനകത്തൂടെ കോഴ്സുകൾ നമുക്ക് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അക്കാഡമിക് പെർഫോമൻസുകൾ ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവും. ഓക്കെ, ട്രാക്ക് ചെയ്യാനുണ്ടാവും. ഇപ്പൊ നമ്മൾ ഐഫലിൽ നമ്മളിപ്പം പഠിക്കില്ലേ, നമ്മൾ പഠിക്കുന്നില്ലേ, നമ്മൾക്ക് ഇതിനകത്ത് എന്താണ് വീഡിയോ ലെക്ചേഴ്സ് കിട്ടുന്നുണ്ട്, നമ്മുടെ പെർഫോമൻസ് അനലൈസിസ്, നമ്മുടെ സ്കോറുകളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്, കൃത്യമായ ഒരു അനാലിസിസും ഇവാലുവേഷനും ഒക്കെ ഈ ഒരു സിസ്റ്റത്തിലൂടെ നടക്കും. ഇതാണ് LMS. അതിനൊരു എക്സാമ്പിൾ ആണ് ഈ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് എ ബുക്ക്. ഓക്കെ, ദെൻ അടുത്ത ഓപ്ഷൻ ഓപ്പൺ ടു സ്റ്റഡി എന്ന് പറയുന്നത് ഒരു മൂക്ക് തന്നെയാണ്. ഓക്കെ, ഒരു മൂക്ക് തന്നെയാണ്, പക്ഷെ അത് ചോദ്യത്തിൽ ഐ തിങ്ക് USA ആണെന്ന് അങ്ങനെ പറഞ്ഞത് അല്ലേ? ബട്ട് ഓസ്ട്രേലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഓസ്ട്രേലിയയിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ്. ഓക്കെ, അതിൽ ആ ഒരു സ്ഥലമാണ് അവർ മാറ്റി കളഞ്ഞത്. ഓക്കെ, ഓക്കെ ആണോ? ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ, മൂക്ക് പ്ലാറ്റ്ഫോം. ഇത് ഇങ്ങനെ ചോദിക്കാം, ഇങ്ങനെ കോഴ്സുകൾ ലിസ്റ്റ് ചെയ്തിട്ട് ഇവയിൽ ഏതൊക്കെയാണ് മൂക്ക് പ്ലാറ്റ്ഫോമുകൾ എന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പഠിച്ചത് കേട്ടോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് സോൾവ് ചെയ്തേടാ. ഓക്കെ, ഇതും കൂടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്, ഇത് നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലി റീഡ് ചെയ്ത് തന്നെ എടുക്കാം അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞു നോക്കാം. എ യെസ്, ഓപ്ഷൻ നോക്കുമ്പോഴേ അറിയാം. ഏതെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലെത്താം. ഓക്കെ, ഏതാണെന്ന് നോക്കിയാൽ മതി. D നോക്കിയാലും ഏതെങ്കിലും ഒന്ന് കിട്ടിയ ഉത്തരത്തിലെത്താം. നോക്കാം. കൊഗ്നിറ്റീവ് ഡൊമൈൻ, കൊഗ്നിറ്റീവ് ഡൊമൈൻ ഞാൻ പറഞ്ഞു. കൊഗ്നിറ്റീവ് എന്ന് പറയുമ്പോൾ മെന്റൽ സ്കില്ലുകൾ, ബ്രെയിനുമായി മെമ്മറി എന്നൊക്കെ ഒരു ഓർമ്മ നമുക്ക് വരണം. അത് വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ അല്ലേ? മെമ്മറി ആൻഡ് റീസണിങ് ഒബ്ജക്റ്റീവ്, കൊഗ്നിറ്റീവ് ഡൊമൈൻ. ഓക്കെ, അപ്പം D എന്തായാലും 2 ആയിരിക്കും. D2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ A. ഓക്കെ, നമ്മൾ ആൻസറിലെത്തി. നമുക്ക് നോക്കാം. A, ക്ലാസ് റൂം മാനേജ്മെന്റ്. ക്ലാസ് റൂം മാനേജ്മെന്റ് എന്താ പറയാ? ദീസ് ആർ ദ ടെക്നിക്സ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി ലേണിംഗ് എൻവയോൺമെന്റ്. ഓക്കെ, ഇതായിരിക്കും A വരിക. ദെൻ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എ ഫിലോസഫി അബൌട്ട് ഹൗ ടു റിലേറ്റ് ടു അതേഴ്സ്. മറ്റുള്ളവരുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഫിലോസഫിയാണ് കൊളാബറേഷൻ പറയുന്നത്. B4 ആണ്. ആൻഡ് C, അഫക്റ്റീവ് ഡൊമൈൻ. ദിസ് അബൌട്ട്, ഞാൻ പറഞ്ഞു അഫക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തോർക്കണം? അഫെക്ഷൻ എന്നോർക്കണം അല്ലേ? ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്സ്, റൈറ്റ്? നമുക്ക് എന്ത് ചെയ്യാം, ഇത് C ആണെന്ന് പറയാം. കണ്ടോ, എഗെയിൻ മാച്ച് ഓഫ് ഫോളോയിങ്ങിലും ബ്ലൂംസ് ടാക്സോണമി എന്നുള്ള ഭാഗം കയറി വന്നുണ്ടോ? കണ്ടോ? സോ അതാ പറഞ്ഞത്, ആ ഒരു പോർഷൻ നന്നായിട്ട് പഠിച്ചു വെക്കാം. ഇതിപ്പോ നിങ്ങൾക്ക് റീഡ് ചെയ്താലും ഇത് മനസ്സിലാവും. ഇതിനകത്ത് വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ദിസ് റെഫേഴ്സ് ടു ദ ടെക്നിക്സ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ എ ഹെൽത്തി പ്രൊഡക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. ഇത് നല്ലൊരു ലേണിംഗ് എൻവയോൺമെന്റ് ഉണ്ടാക്കാൻ വേണ്ടി മാനേജ്മെന്റ് വേണമല്ലോ, അതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ്. കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, മറ്റുള്ളവരായിട്ട് നമ്മൾ എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, നമ്മൾ മറ്റുള്ളവരെ കൂടി കൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ഫിലോസഫിയാണ് കൊളാബറേഷൻ. ആൻഡ് അഫക്റ്റീവ് ഡൊമൈൻ നമ്മൾ പറഞ്ഞു, CAP ക്ലാസിഫിക്കേഷൻ പഠിച്ചോ. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ അഫെക്ഷൻ നോക്കാൻ പറഞ്ഞു അല്ലെ? ഇറ്റ് മീൻസ് ഫീലിങ്സ്, ഇമോഷൻസ്, ആറ്റിറ്റ്യൂഡ്.
കീവേഡ്സ് അങ്ങനെ പഠിച്ചു വെക്കുക. കോഗ്നിറ്റീവ് ഡൊമൈൻ ഞാൻ പറഞ്ഞു റിലേറ്റഡ് ടു ബ്രെയിൻ അല്ലേ, ബ്രെയിനുമായിട്ട് തന്നെ മെന്റൽ സ്കിൽസ്, മെമ്മറി, റീസണിങ്, തിങ്കിങ് ഇതൊക്കെ എന്തിൽ വരും? കോഗ്നിറ്റീവ് ഡൊമൈനിൽ വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇത്രേ ഉള്ളൂ കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? മെയിൻലി ഞാൻ ഫോക്കസ് കൊടുത്തത് നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അത്? ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിന്റെ ഭാഗത്തുനിന്ന് താങ്ക് യുടാ. മെയിൻലി കണ്ടുവന്നിട്ടുള്ള ഒരു കാര്യം, മെയിൻലി നമ്മുടെ വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഷയാണ്, ലോജിക് നന്നായിട്ട് വർക്കാവും. ഓക്കെ, സ്ട്രെസ് ഇല്ലാതെ പഠിക്കാവുന്നൊരു ഭാഗമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു. കട്ട് ചെയ്യാം കേട്ടോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇതെവിടെ സ്റ്റോപ്പ് ചെയ്യാം? ഓക്കേടാ.